नमस्ते मेरे प्यारे बच्चों, आप सबको मैं സഹാര ഓൺലൈൻ ക്ലാസ് में സ്വാഗत करती हूँ. ടീച്ചറിൻ്റെ എല്ലാ മക്കളെയും ടീച്ചർ സഹാര ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ടീച്ചർ എത്തിയിട്ടുള്ളത് 9th സ്റ്റാൻഡേർഡിലെ മക്കളുടെ ക്ലാസ്സുമായിട്ടാണ്. മറന്നുപോകും. नमस्ते मेरे प्यारे बच्चों, आप सबको मैं സഹാര ഓൺലൈൻ ക്ലാസ് में സ്വാഗत करती हूँ. ടീച്ചറിൻ്റെ എല്ലാ മക്കളെയും ടീച്ചർ സഹാര ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ടീച്ചർ എത്തിയിട്ടുള്ള 9th സ്റ്റാൻഡേർഡിൽ, അതായത് 9ാം ക്ലാസ്സിലെ മക്കളുടെ ക്ലാസ്സുമായിട്ടാണ്. നമ്മുടെ സബ്ജക്റ്റ് ഹിന്ദി. ഇന്ന് ടീച്ചർ അതായത് നമ്മുടെ യൂണിറ്റ് 2 നാം പ്രവേശിച്ച നിങ്ങൾക്കറിയാം. ഫസ്റ്റ് ലെസൺ ജിസ് ഗലി മേ മൈ രഹത്താ ഹൂം അല്ലേ, ആ പാഠം നാം കുറച്ച് എടുത്തു വച്ചിട്ടുണ്ട്. ഇന്ന് ആ ലെസണും അതോടൊപ്പം നമ്മുടെ ഈ യൂണിറ്റ് കംപ്ലീറ്റ്, അതായത് ഗാന്ധിജി കൈസെ ബനെ, അതുപോലെ ദീപ് ജലാവോ, പിന്നെ ഫൂലോം ക ഷോ. അപ്പോൾ അതിൽ നാം ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു മിർസ ഗാലിബിൻ്റെ ഒരു ഡയറി കുറിപ്പാണ്. ഇനി ഗാന്ധിജി കൈസെ ബനെ, ഇത് സ്വയം പ്രകാശിൻ്റെ ഒരു ലേഖനമാണ്. അതോടൊപ്പം ദീപ് ജലാവോ ത്രിലോചൻ്റെ ഒരു കവിതയും, പിന്നെ ലാസ്റ്റിൽ നിങ്ങൾക്ക് അതിരിക്ത വാചനായിട്ട് വെച്ചിട്ടുള്ള ഒരു ലേഖനമാണ്. അപ്പോൾ ഇതും കൂടിയാണ് നാം ഇന്ന് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് പാഠഭാഗത്തേക്ക് നീങ്ങാം. അപ്പോൾ നിങ്ങൾ ഇത്രയും ലെസൺ ഉള്ളത് കൊണ്ട് തന്നെ എല്ലാവരും ക്ലാസ്സുകൾ ശ്രദ്ധിച്ച് കാണുക. കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം ക്ലാസ്സുകൾ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ക്ലാസ്സുകൾ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ പുതിയ മക്കളാരെങ്കിലും തന്നെ ക്ലാസ്സിൽ എത്തിയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുമ്പോൾ ടീച്ചർ ഇടുന്ന ക്ലാസ്സുകളുടെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റ് ടൈമിൽ ലഭിക്കും. അപ്പോൾ ആയിയെ മേരെ സാത്ത്. നോക്കൂ മക്കളെ, കഴിഞ്ഞ ദിവസം നാം പാഠം എടുത്തു വച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അത് ഓർമ്മയുണ്ടല്ലോ. ഭാരതത്തിലെ ഒരു ജനകീയ വിപ്ലവത്തിൻ്റെ 1857 നടന്ന സ്വാതന്ത്ര്യ സമരത്തിനോട് യുദ്ധത്തിൽ ആയിരക്കണക്കിന് നിരപരാധികളാണ് ബ്രിട്ടീഷുകാർ കൊന്നൊടുക്കിയത് അല്ലേ. അപ്പോൾ ബ്രിട്ടീഷുകാരുടെ ഈ അക്രമം പ്രസിദ്ധ ഉറുദു കവിയായ മിർസ ഗാലിബ് നേരിട്ട് കണ്ടിട്ട് അദ്ദേഹത്തിന് കൂടി അതിലെ അനുഭവം വന്ന ഒരു സംഭവം അത് അദ്ദേഹം തൻ്റെ ഡയറി കുറിപ്പിൽ എഴുതുകയുണ്ടായി. അത് തന്നെയാണ് നിങ്ങൾക്ക് ഈ ഡയറി കുറിപ്പിലൂടെ നമുക്ക് കിട്ടുന്നത്. ആ ഡയറി കുറിപ്പിൽ നിന്നും എടുത്തത് തന്നെയാണ് ഈ ഭാഗം. അപ്പോൾ നോക്കൂ, हम गली वालों ने तो किसी तरह अपने प्राण बचा लिए, मगर मैं उन हजारों अभागे दिल्ली वालों के बारे में क्या कहूँ जो हवालत और कैदखाने में बंद कर दिए थे. जेल शहर से बाहर थी और ഹവാലത്ത് ദില്ലിക്ക് ഭീതർ. അപ്പോൾ ഇവിടെ ജയിലിലേക്ക് പിടിച്ചു പോകുന്നതും അതോടൊപ്പം മറ്റെന്താണ് പിന്നെ നിങ്ങളോട് പറഞ്ഞത്, അദ്ദേഹം അവിടെ നിന്ന് എങ്ങനെയാണ് പതുക്കെ സ്കൂട്ടായത് നിങ്ങൾ കണ്ടതാണല്ലേ. കവിത എഴുതുന്ന ആളെന്ന് പറഞ്ഞപ്പോൾ കവിത എഴുതുന്നവരോടുള്ള ഒരു പ്രത്യേക സിമ്പതി അല്ലേ, കേണൽ ബ്രൗണിനുണ്ടായ ആ സിമ്പതിയിൽ നിന്നാണ് ഒരുവിധം തൻ ജീവനൊക്കെ രക്ഷിച്ച് അവിടെ നിന്നും ഇറങ്ങിയത് അല്ലേ. അപ്പോൾ ഇപ്പോൾ ഒരുവിധം അവിടെയുള്ളവരിലെ ഒരുവിധം അവരുടെ ജീവൻ രക്ഷിച്ചു അല്ലേ. ഞങ്ങൾ ഒരു വിധത്തിൽ സ്വന്തം ജീവൻ രക്ഷിച്ചു. ഹം ഗലിവാലോ, നമ്മൾ ഈ സ്ട്രീറ്റിലുള്ളവർ ഒരു വിധത്തിൽ നമ്മുടെ ജീവൻ രക്ഷിച്ചു. എന്നാൽ മേ ഉൻ ഹസാരോ അഫാഗെ ദില്ലിവാലോം കെ ബാരെ മേ ക്യാ കഹും, എന്നാലോ ഞാൻ അവിടെ ആ കസ്റ്റഡിയിലും ആ ജയിലിലും ഒക്കെ കഴിയുന്ന ബാക്കി ആയിരക്കണക്കിന് വരുന്ന നിർഭാഗ്യരായ അല്ലേ, അഭാഗ്യമാന് നിർഭാഗ്യരായ, ഹസാരോ ആയിരക്കണക്കിന് ഉള്ള ദില്ലിക്കാരെ എന്ത് ചെയ്യാൻ പറ്റും, അവരെക്കുറിച്ച് ഒന്നും ചെയ്യാൻ സാധിക്കില്ല അല്ലേ. അവരെക്കുറിച്ച് എന്ത് പറയാൻ സാധിക്കും, ഒന്നും ഇദ്ദേഹത്തിന് പറയാൻ സാധിക്കില്ല. അപ്പോൾ അവിടെ കുറച്ചു പേരെ ഇദ്ദേഹത്തിൻ്റെ തന്നെ ബുദ്ധി കൊണ്ട് രക്ഷിക്കാൻ സാധിച്ചു. പക്ഷെ ആയിരക്കണക്കിന് മറ്റുള്ള നിർഭാഗ്യരായ ആൾക്കാരെ രക്ഷിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല എന്ന് അദ്ദേഹം തൻ്റെ ഡയറി കുറിപ്പിൽ തുറന്നു പറയുകയാണ്. പിന്നെ എന്താ പറയുന്ന മക്കളെ നോക്കൂ, ജയിൽ ശഹർഷെ ബാഹർത്തി, ജയിൽ എങ്ങനെയായിരുന്നു, ജയിൽ പട്ടണത്തിന് വെളിയിലായിരുന്നു. പിന്നെയോ ഔർ ഹവാലത്ത് ദില്ലിക്ക് ഭീതർ, അതായത് ഹവാലത്ത് തടവറ, ജയിൽ ആൾക്കാരെ സൂക്ഷിക്കുന്ന സ്ഥലം അല്ലേ. ജയിൽ തടവറ, ആളുകളെ സൂക്ഷിക്കുന്ന ആ തടവറ, കസ്റ്റഡിയിൽ സൂക്ഷിക്കുന്ന സ്ഥലം എവിടെയായിരുന്നു, ദില്ലിക്ക് അകത്തും. ഇൻ ദോനോം ഹി ജഹോം മേ ബേശുമാർ ബേഗുനാഹും കോ ടുംസ്കർ ഫർ ദിയാ ഗയാ ഥാ,
അതുപോലെ ഈ രണ്ടിടത്തും എങ്ങനെയാണ് അസംഖ്യം ധാരാളം ബേശുമാർ ബേഗുനാഹും ധാരാളം കണക്കില്ലാത്ത ബേഗുനാഹ് നിരപരാധികൾക്ക് എന്ത് ചെയ്തിരിക്കുന്നു, നിരപരാധികൾക്ക് നിരപരാധികളെ അവിടെ കുത്തി നിറച്ചിരിക്കുന്നു. ടുംസ്കർ ഫർ ദിയാ ഗയാ ഹെ, കുത്തി നിറച്ചിരിക്കുകയാണ്. ഈസ് കദർ ഫർ ദിയാ ഗയാ കി ലഗ്താ ഹെ ആത്മീ കെ ഭീതർ ആത്മീ സമായാ ജാ രഹാ ഹോ. ആ ഒരു സെന്റൻസ് തന്നെ നിങ്ങൾ നോക്കൂ. ഇങ്ങനെ കുത്തി നിറച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം കുറച്ചുകൂടി വ്യക്തമാക്കുകയാണ്. ഇത് കണ്ടാൽ എങ്ങനെ തോന്നും? ആത്മീ കെ ഭീതർ ആത്മീ, ഒരാളിൻ്റെ അകത്ത് മറ്റൊരാളെ നിറച്ച് വച്ചിരിക്കുന്ന പോലെ തോന്നും. അതിനർത്ഥം അത്രയ്ക്ക് അനങ്ങാൻ പോലും ഇടമില്ലാതെ ആ ജയിലിൽ ആൾക്കാരെ, നിരപരാധികളായ ആൾക്കാരെ കുത്തി നിറച്ചിരിക്കുകയാണെന്നല്ലേ. പിന്നെയോ മക്കളെ നോക്കൂ, സാസ് ലേനേഫി തിക്കത്ത് ഹോരഹി, അത് ആ ഒരു പോയിന്റ് തന്നെ നിങ്ങൾ നോക്കൂ. ശ്വാസം എടുക്കാൻ പോലും കഴിയില്ല അവർക്ക്. അപ്പോൾ എത്രത്തോളം കുത്തി ഞെരിക്കിയാണ് ഈ പാവപ്പെട്ട നമ്മുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ ആൾക്കാരെ നിറച്ച് അന്നത്തെ ആ ഒരു കാഴ്ച നമുക്ക് തന്നെ നമ്മുടെ മുന്നിൽ കാണാൻ സാധിക്കുന്നു. ഇൻ ദോനോം കി കൈദഖാനേം കി ബന്ദിയോം കോ ബാദമേ ഫാസി ദേ ദിയേ. എന്ത് ചെയ്യും മക്കളെ, ഇതുപോലെ രണ്ട് തടവറയിലും ബന്ദികളാക്കി വച്ചിരിക്കുന്ന ഈ രണ്ട് തടവറകളിലും, ഇൻ ദോനോം രണ്ട് തടവറകളിലും ബന്ദിയോം കെ, ഈ ഇവിടെ ബന്ദികളാക്കി വച്ചിരിക്കുന്ന, ഇവിടെ അറസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മളെ ഇന്ത്യക്കാരെ എന്ത് ചെയ്യും, ബാദമേം ശേഷം എന്ത് ചെയ്യും മക്കളെ, ഫാസി ദേ ദിയേ, ഫാസി കൊടുക്കും. ഫാസി എന്താണ്? തൂക്കിലേറ്റു അല്ലേ, വധശിക്ഷയ്ക്ക് വിധേയരാക്കും. നെഹിമാലും, അറിയില്ല, എന്തറിയില്ല, കിത്തനെ ലാഖ് ലോക് മാർ ഡാലേഗെ, എത്ര ആളുകൾ, എത്ര ലക്ഷം ആളുകൾ, എത്ര ആളുകൾ എന്നല്ല, ലാഖ് ലോക്, എത്ര ലക്ഷം ആളുകൾ മരിച്ചു എന്ന് എനിക്കറിയില്ല. കാരണം അത്രയ്ക്ക് ആൾക്കാരെ അവിടെ കുത്തുന്നു, അവരെ എല്ലാം അവസാനം കൊല്ലുകയാണ് ചെയ്തത്. देखिए बच्चों, ദില്ലി മേം അബ് കുച്ച് ഹി ഹസാർ ലോഗ് ബച്ചേ ഹോഗെ. അപ്പം ഇങ്ങനെ ആൾക്കാരെ കൊന്നുകൊണ്ടേയിരിക്കണം. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഡൽഹിയിൽ കുറച്ചു പേരെ അവശേഷിച്ചിട്ടുള്ളൂ. ഇനിയിപ്പം അവിടെ ബച്ചേ ഹോഗെ, കുറച്ചു പേരെ ശേഷിക്കുന്നുള്ളൂ. ബാക്കി എല്ലാവരെയും കൊന്നൊടുക്കി കഴിഞ്ഞു. ബാക്കി സഭ അംഗ്രേസോം കെ ഗുസ്സയ്ക്ക് ശിക്കാർ ഹോഗെ. ബാക്കിയുള്ളവരെല്ലാം, ബാക്കിയുള്ള ആളുകൾ അംഗ്രേസോം കെ, ഇംഗ്ലീഷുകാരുടെ ഗുസ്സെ, ദേഷ്യത്തിൽ എന്ത് ചെയ്തു, ശിക്കാർ ഹോഗെ, വേട്ടയാടപ്പെട്ടു. ബച്ചെ സിർപ്പ് ഫേ ജോ ദില്ലി സെ ഭാഗ് ഗയെ. ബച്ചെ ശേഷിച്ചിരുന്നവരാരാണ് മക്കളെ? ജോ ദില്ലി സെ ഭാഗ് ഗയെ, ദില്ലിയിൽ നിന്നും രക്ഷപ്പെട്ടവർ, അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടവർ, ഭാഗ് ഗയെ, അവിടെ നിന്ന് പലായനം ചെയ്ത ആൾക്കാർ മാത്രമാണ് അവസാനം അവശേഷിച്ചത്. വേ ലേഗ് ഹുഷ് കിസ്മത്ത് ഥേ, അവരെല്ലാം ഭാഗ്യമുള്ളവരായിരുന്നു. വർണ്ണ ഉന്നയും ഫി ഫാസി ദേ ദി ചാത്തി, അവർ രക്ഷപ്പെട്ടവർ ഭാഗ്യവാന്മാർ, അല്ലെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു മക്കളെ, വർണ്ണ അതർവൈസ് എന്ത് ചെയ്യുമായിരുന്നു, അവർക്ക് കൂടി ഫാസി, വധശിക്ഷ കൊടുക്കുമായിരുന്നു. ദില്ലി മേ രഹ്നാഹി ഉൻ ദിനോ മാനോ അപരാധ് ഹോ ഗയാ ഥ. അന്നത്തെ കാലത്ത് എന്താണ്, ആ ഒരു സമയത്ത് ദില്ലിയിൽ താമസിക്കുന്നത് തന്നെ എന്തായിട്ട് കണക്കാക്കിയിരുന്നു? അപരാധമായിട്ട്, തെറ്റായിട്ട് കണക്കാക്കിയിരുന്നു. അകലെ ഖണ്ഡിക്ക് ഓർ ദേഖിയെ, മേരി പഹചാൻ കി ഫിസ്തി ഥ ചിരാഗ് അലി. അപ്പോൾ എൻ്റെ പരിചയക്കാരനായി, എൻ്റെ പരിചയക്കാരനായിട്ട് ഒരു ഫിസ്തി ഉണ്ടായിരുന്നു. ഫിസ്തി എന്ന് പറഞ്ഞാൽ വെള്ളം കോരിക്കൊണ്ടുവരുന്ന ആളാണ്, വെള്ളം ചുമക്കുന്ന ആൾക്കാർ. അപ്പോൾ അങ്ങനെ ഒരു ജോലിക്കുന്ന ഒരാളുണ്ടായിരുന്നു. അയാളുടെ പേരെന്തായിരുന്നു? ചിരാഗ് അലി എന്നായിരുന്നു. ബേഹദ് സീതാ ആത്മി, അദ്ദേഹം എങ്ങനെയുള്ള ആരാണ്? വളരെ നേർവഴിക്കുള്ള വ്യക്തി, അതായത് വളരെ സത്യസന്ധനായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. രോസ് സുബഹ് ശാം നഹർ കാ പാനി അപ്പനെ മഷ്കുമേയും ഫർത്ത അവർ അല്ലാഹ്ക്കെ ഗുൺ ഗാത്ത. ഇങ്ങനെ ഇതിൽ നിന്ന് ആ വ്യക്തിയെ നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കാം. രോസ്, എല്ലാ ദിവസവും സുബഹ് ശാം, രാവിലെ മുതലും വൈകുന്നേരം വരെ, നഹർ കാ പാനി, എന്ത് ചെയ്യുന്നു, നഹർ അതായത് തൊട്ടടുത്തുള്ള കുളത്തിൽ നിന്നും വെള്ളമെടുക്കുന്നു. അദ്ദേഹം വെള്ളമെടുത്ത് എന്ത് ചെയ്യുന്നു, അപ്പനെ മഷ്കുമേം, തൻ്റെ സഞ്ചിയിൽ വെള്ളം നിറയ്ക്കുന്നു. എന്നിട്ട് അല്ലാഹ്ക്കെ ഗുൺഗാൻ, മുസ്ലിമാണ്, അതുകൊണ്ട് അദ്ദേഹം അല്ലാഹുവിൻ്റെ ഗുണഗാനങ്ങൾ പാടിക്കൊണ്ട് സടക്കും കോ സീഞ്ച കർത്താത്ത, റോഡെല്ലാം എന്ത് ചെയ്യുന്നു, കഴുകി വൃത്തിയാക്കുമായിരുന്നു. അപ്പോൾ അത്രയ്ക്കൊരു പാവപ്പെട്ട മനുഷ്യൻ. എന്നിട്ട് എന്താ മക്കളെ, വീണ്ടും ഖാനേക്ക് ലിയേ ഭി കുച്ച് രൂഖി സൂഖി മിൽ, ആഹാരം കഴിക്കാനായിട്ട് രൂഖി സൂഖി, അതായത് എന്തെങ്കിലും നാം ആഹാരം കഴിക്കാൻ കൊടുത്താൽ മതി, അല്ലാതെ വേറെ ഒന്നും അദ്ദേഹത്തിന് ആവശ്യമില്ല. കൊടുക്കുമ്പോൾ അതെന്ത് ചെയ്യും, ഉസീക്കോ ഗലേക്ക് എന്നുവെച്ചാൽ അതിനെ പതുക്കെ വായിലേക്ക് ഇട്ട് പതുക്കെ അതും കഴിച്ചുകൊണ്ട് വീണ്ടും ജോലി ചെയ്തുകൊണ്ടേയിരിക്കും. അല്ലാതെ പ്രതിഫലമേ അദ്ദേഹം ഇച്ഛിക്കുന്നില്ല. ജോലി ചെയ്യുന്ന ജോലിക്കനുസരിച്ച് എന്തെങ്കിലും കഴിക്കാൻ മാത്രം അദ്ദേഹത്തിന് കൊടുത്താൽ മതിയായിരുന്നു. അപ്പം അങ്ങനെയുള്ള ഒരു സാധാരണ മനുഷ്യനായിരുന്നു ചിരാഗ് അലി. ഇനി ചിരാഗ് അലിക്ക് എന്താ സംഭവിച്ചത്? ദേഖിയെ വെച്ചോ,
एक रोज दिल्ली के बड़े हाकिम हडसन साഹിബ് जब सड़क से अपने घोड़े पर സവാർ ഹോക്കർ നികൽ രഹേ थे. അപ്പൊ അങ്ങനെ ഇങ്ങനെ തന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നു നമ്മുടെ ചിരാഗ് അലി. അപ്പൊ അപ്പോഴാണ് ഒരു ഏക റോസ് ഒരു ദിവസം ഡൽഹിയിലെ ഹക്കിം ഹഡ്സൺ, അതായത് ബെഡെ ഹക്കിം ഹഡ്സൺ, ഉയർന്ന ഉദ്യോഗസ്ഥനായ ഹഡ്സൺ സാഹിബ്. ആരാണ്? ഹഡ്സൺ സാഹിബ്, ഇംഗ്ലീഷുകാരനാണ്. അദ്ദേഹം എന്ത് ചെയ്തു? സടക്ക് സെ, റോഡിലൂടെ, ഘോഡെ പർ, കുതിരപ്പുറത്ത്, സവാർ ഹോക്കർ, സവാരി ചെയ്തുകൊണ്ട്, നികൽ രഹേത്തെ, പോകുകയായിരുന്നു. അപ്പോൾ ചിരാഗ് അലി എന്ത് ചെയ്യുകയാണ്? ചിരാഗ് അലി സടക്ക് സീഞ്ച് രഹാത്ത. അപ്പോൾ ചിരാഗ് അലി അവിടെ റോഡ് എന്ത് ചെയ്യാൻ നനയ്ക്കുകയായിരുന്നു, റോഡ് നനച്ച് ക്ലീൻ ചെയ്യുകയായിരുന്നു. ഉസ്നെ ഹഡ്സൺ സാബുക്കോ സലാം നഹീം കിയ. അദ്ദേഹം എന്ത് ചെയ്തു? ഹഡ്സൺ സാഹിബിനെ കണ്ടിട്ട് എന്ത് ചെയ്തില്ല? ആ സലാം ഒന്നും കൊടുത്തില്ല, അദ്ദേഹത്തെ സലാം വച്ചില്ല. പകരം ഇതൊന്നും ശ്രദ്ധിക്കാതെ അദ്ദേഹം എന്ത് ചെയ്തു? ഈശ്വർക്ക് ഗുണഗാത്താത്ത, അദ്ദേഹം ഈശ്വരത്തിനെ കുറിച്ച്, അള്ളാഹുവിനെ എൻ്റെ ഗുണഗാനങ്ങൾ പാടിക്കൊണ്ട് തൻ്റെ ജോലിയിൽ വ്യാപൃതനായിരുന്നു. ആ സമയത്ത് നമ്മുടെ ചിരാഗ് അലിക്ക് എന്താണ് മക്കളെ സംഭവിച്ചത്? അതിദയനീയമായ കാഴ്ചയാണിത്. ഹഡ്സൺ സാഹിബ് ജോ ഗുസ്സ ആയ, പെട്ടെന്ന് തന്നെ ഹഡ്സൺ സാഹിബിന് ഗുസ്സ ആയ, ദേഷ്യം വന്നു. ഉന്നോനെ അപ്പനെ തൽവാർ ചെ, അദ്ദേഹത്തിന്റെ വാളെടുത്ത് എന്ത് ചെയ്തു? അപ്പാകെ ചിരാഗ് അലിക്ക് പേട് ചീർ ഡാല. എന്താ മക്കളെ ആ ചെയ്തത്? ഹഡ്സൺ പ്രഭുവിനെ വണങ്ങാത്ത ദേഷ്യത്തിന് അദ്ദേഹം എന്ത് ചെയ്തു? വാളുകൊണ്ട് ആ നിർഭാഗ്യവാനായ ചിരാഗ് അലിയുടെ വയറിലേക്ക് ഒരു വീശ്, അതായത് വയറ് പിളർന്നു, ചീർഡാല, പിളർന്നു. ഉസ്കി ലാഷ് ദില്ലി ദർവാസെ പർ ടാങ്ക്. എന്നിട്ടോ തന്നെ ബഹുമാനിച്ചിട്ടില്ല, അതുകൊണ്ട് അദ്ദേഹത്തെ കൊല്ലുക മാത്രമല്ല, അദ്ദേഹത്തിന്റെ ശവശരീരം എന്ത് ചെയ്തു? ദില്ലിയിലെ കവാടത്തിൽ കെട്ടിത്തൂക്കിയിട്ടു. ദർവാസെ പർ ടാങ്ക് ദി, കെട്ടിത്തൂക്കിയിട്ടു. അതായത് മറ്റുള്ളവർക്കൊരു പാഠമാക്കാനാണ് അദ്ദേഹം അങ്ങനെ ചെയ്തത്. അതായത് ഇന്ത്യക്കാർ അദ്ദേഹത്തെ കണ്ടാൽ ഏത് ജോലിയിൽ ചെയ്തുകൊണ്ടിരുന്നാലും അപ്പോൾ റെസ്പെക്ട് ചെയ്യണം, അല്ലെങ്കിൽ ഇതുപോലെയുള്ള ശിക്ഷ ഇനിയും കിട്ടുമെന്ന് അവർക്കൊരു വാർണിംഗ് കൊടുത്തു അല്ലേ. ഇനി ഹഡ്സൺ സാഹിബിനെ बहादुर शाह सफर के दोनों बेटों सादा सा फसल और मिर्जा अबूबकर का भी खून कर വന്നു. അപ്പം ഇദ്ദേഹം അപ്പം ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ ഹഡ്സൺ സാഹിബ് എന്ന് പറയുന്ന ഒരു ക്രൂരൻ തന്നെയായിരുന്നു. കാരണം ചക്രവർത്തി ബഹദൂർ ഷാ ജാഫറിൻ്റെ ഷാഹ്ജാദ ഫാസൽ, മിർജ അബൂബക്കർ എന്നീ രണ്ട് മക്കളെ, ആരൊക്കെയായിരുന്നു? ഷാജഹാ ബഹദൂറിൻ്റെ ഷാജാ ജാഫർ ഔർ ബേട്ടോ ഷാസാദ ഫസൽ. ഇപ്പം ബാദഷാഹ് ബഹദൂർ ഷാഹിൻ്റെ രണ്ട് മക്കളെയും എന്ത് ചെയ്തു? അദ്ദേഹം ഇതേപോലെ കൊന്നിട്ട് എന്താണ് അദ്ദേഹം ചെയ്തത്? അവരുടെയും തല വെട്ടി ദില്ലിയുടെ കവാടത്തിൽ കെട്ടിത്തൂക്കി. അപ്പോൾ അത്രയ്ക്ക് ക്രൂരനായിരുന്നു അല്ലേ. അപ്പം നമ്മുടെ ബാദഷാ ബഹാദൂറിൻ്റെ മക്കളായ ബേട്ടോം ഷാസാദ ഫസലിൻ്റെയും മിർസ അബൂബക്കറിൻ്റെയും കൊല നടത്തിയിട്ട് അവരുടെയും തല എന്ത് ചെയ്തു? തല എന്ത് ചെയ്തു? ഡൽഹിയുടെ കവാടത്തിൽ തൂക്കിയിട്ടു. इन हडसन को ഹിന്ദുസ്ഥാനിയും का खून करने में बड़ा मजा आता था. ഇതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. ഹഡ്സൺ എന്താണ്? ഹിന്ദുസ്ഥാനിയോംക്കോ, നാമാകുന്ന ഹിന്ദുസ്ഥാനിയോം, ഇന്ത്യക്കാരെ കൊല്ലുന്നതൊരു വല്ലാത്ത രസം തന്നെയായിരുന്നു. അപ്പോൾ അത്രയ്ക്ക് ക്രൂരനായിരുന്നു അദ്ദേഹം. മേരെ പടോസ്മി ഏക്ക് ഗരീബ് ഔരത് മെഹറുന്നിസ രഹത്തി ഹെ. അപ്പോൾ എൻ്റെ വീട്ടിൻ്റെ അടുത്ത് എൻ്റെ അയൽപക്കത്തായിട്ട് ഒരു പാവപ്പെട്ട സ്ത്രീ താമസിച്ചിരുന്നു. അവരുടെ പേരായിരുന്നു മെഹറുന്നിസ. ഉസ്കെ പതിക്കെ മൗത്തുക്കോ 7 സാൽ ഹോക്കുകയെ ഹെ. അവരുടെ ഭർത്താവ് മരിച്ചുപോയിട്ട് എത്ര വർഷമായി മക്കളെ? 7 സാൽ, 7 വർഷമായിരുന്നു. അപ്പോൾ അകേലി ഔരത്ത്, ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. ദൂസരം കെ ഘർ മേ ഝാഡു ലഗാക്കർ കിസി തരഹ അപ്നെ ബസർ കർത്തി തി. ദൂസരോം കെ ഘർമേ, മറ്റുള്ളവരുടെ വീട്ടുകളിൽ എന്ത് ചെയ്തു? ചാടുലകാന, ചാടു ചൂലാണ് അല്ലേ, തൂക്കുക. അപ്പം മുറ്റം അടിച്ചും പല രീതിയിലുള്ള ചെറിയ ചെറിയ ജോലികളൊക്കെ വീട്ടുകളിൽ പോയി വീട്ടുപണികളൊക്കെ ചെയ്തുകൊണ്ട് അവരെന്ത് ചെയ്യുന്നു? ഗുസർ ബസർ, അവരുടെ നിത്യവൃത്തി കഴിച്ചിരുന്നു. ലേക്കിൻ ജബ് ഹർഹി നെഹി രഹേ ബസ്തിക്ക് ബസ്തിയാൻ ജലാദി കൈ. അപ്പോൾ അവരുടെ വീടിരുന്ന ആ ബസ്തി, ആ തെരുവെല്ലാം എന്ത് ചെയ്തു? ഇംഗ്ലീഷുകാരെന്ത് ചെയ്തു? തീയിട്ട് നശിപ്പിച്ചു കഴിഞ്ഞു. അപ്പോൾ എന്നാൽ അവരുടെ വീടുകൾ പോയിട്ട് വാസസ്ഥലം വരെ ബ്രിട്ടീഷുകാർ കത്തിച്ച് ശാമ്പലാക്കി കഴിഞ്ഞു. അപ്പോൾ എന്താ സംഭവിച്ചു? മെഹറുന്നീസ മെഹറുന്നീസയ്ക്ക് ജോലി ലഭിച്ചില്ല. ഫൂക്കോ മർണയിലേക്ക്, വീട് താമസിക്കാൻ വീടില്ല, കഴിക്കാൻ ആഹാരമില്ല. അതുപോലെ അവരെന്ത് ചെയ്തു? വിശന്ന് മരിക്കുമെന്നുള്ള അവസ്ഥയിലേക്ക് എത്തി. ആജ് ഉസ്കെ യഹാം മേനെ 10 റൊട്ടിയാൻ പਹੁഞ്ചായി. ഞാൻ എന്ത് ചെയ്തു? ഇന്ന് ആ ഡയറി എഴുതുന്ന ദിവസം അദ്ദേഹം നമ്മുടെ
ഡയറിയുടെ നമ്മുടെ കഥാകൃത്ത് എന്താണ് ചെയ്തത് മക്കളെ? അവർക്ക് 10 റൊട്ടി വീട്ടിലെത്തിച്ചു. ദൂസരി ജോ 10 റൊട്ടിയാൻ ബെജി, പിന്നെ ഒരു 10 റൊട്ടിയായിരുന്നു അവശേഷിച്ചിരുന്നത്. ഉസ്സെ മേരെ ദോനോ ബെട്ടെ, അതുകൊണ്ട് എൻ്റെ 2 മക്കൾക്കും അതുപോലെ നൗക്കരും വേലക്കാർക്കും ഇത് കൊടുത്തു. മേരെ ഹിസ്സേമേൻ ടേട്ട് റൊട്ടിയായി. ഇപ്പോൾ എല്ലാവർക്കും പകത്ത് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം എനിക്ക് കിട്ടിയത് ടേട്ട് റൊട്ടിയാണ്. ടേട്ടെന്ന് മാനെ ഒന്നര ഒരു റൊട്ടിയും അതിൻ്റെ പകുതിയും മാത്രമാണ് എനിക്ക് ലഭിച്ചത്. ഫിർഫി തസല്ലി തീക്ക് മേരി റൊട്ടിയും ബഹർനീസ അവർ ഉസ്കെ ദോ ബേട്ടിയും കി ഫൂക്ക് തോ ബുച്ചി. പക്ഷെ അപ്പോഴും എനിക്ക് സമാധാനമായിരുന്നു. എന്തുകൊണ്ടാണ്? ഞാൻ എൻ്റെ ഈ റൊട്ടി കാരണം മെഹറനീസയുടെ 2 പെൺമക്കളും വിശപ്പടക്കിയല്ലോ എന്നോർത്ത് ഞാൻ പൂക്കുത്തോ ബുച്ചിനെ അണയ്ക്കോ, വിശപ്പ് തീർത്തല്ലോ എന്നോർത്ത് ഞാൻ എന്ത് ചെയ്തു? സന്തോഷിച്ചു. കാരണം അതിലെനിക്കൊരു അഭിമാനം തോന്നി, ഒരു സമാധാനം, തസല്ലീത്, എനിക്കൊരു അഭിമാനം തോന്നി. മേരിത്തോ പൂക്കാരഹിനെ ഹി ആദത്ത് ഹി ഹോഗി. എനിക്ക് വയറ് വിശന്നിരുന്നത് എനിക്കതൊരു ശീലമായി കഴിഞ്ഞു. എനിക്കതൊരു പ്രത്യേക വിഷമം ഉണ്ടാക്കിയില്ല. കാരണം എനിക്കിതൊരു ശീലം തന്നെയാണ്. ദേഖിയേ ബച്ചോ, മേരാ പഡോസി ഹീരാ സിംഗ് ഏക്ക് നൗജവാൻ ഹെ. എൻ്റെ അയൽപക്കക്കാരനാണ് ഹീരാ സിംഗ്. അദ്ദേഹം ഒരു ചെറുപ്പക്കാരനാണ്. വൗ മുച്ചേ ഹിമ്മത്ത് ബന്ധാഥ. എനിക്ക് ധൈര്യം തരുന്നതും അവനാണ്. ഈസ് ആധേ വിരാൻ और आधे आबाद शहर में शिवजी राम भी तो हैं जो मुझसे कहते हैं कि मुसीबत के ये दिन कभी न कभी तो ഖതം ഹോകെ. അപ്പോൾ എപ്പോഴും അവൻ എനിക്ക് എന്ത് ചെയ്യും? നല്ല ധൈര്യം തരുന്നുണ്ട്. അപ്പോൾ എന്നോട് പറയുന്നത് എന്താണ്? പകുതി വിജനവും പകുതി ജനവാസമുള്ള പട്ടണത്തിൽ ഒരു ശിവാജി റാമുമുണ്ട്. അപ്പോൾ എനിക്ക് എൻ്റെ വീട്ടിനടുത്തുള്ള ഈ ഹീരാ സിംഗാണ് എനിക്ക് ധൈര്യം തരുന്നത്. അതുപോലെ ഈ സാധേ ബിരാൻ ഓർ ആധേ ബാബാദ്, ഈ ആധേ ബിരാൻ, ഇവിടെ ഈ ആൾവാസം ഉള്ളിടത്തും ആധേ ആബാദ് ആൾവാസം ഇല്ലാത്തവിടത്തുമായ ഈ പട്ടണത്തിൽ എന്തുണ്ട്? ശിവജി എന്ന പേരിൽ മറ്റൊരാൾ കൊണ്ട് ജോ മുച്ചസെ കാത്തേക്ക് മുസീബത്ത്. അദ്ദേഹം എന്നോട് എപ്പോഴും പറയും, ഈ കഷ്ടപ്പാടൊക്കെ എന്ത് ചെയ്യും? എപ്പോഴായാലും നമ്മുടെ അടുത്ത് നിന്നും പോയി കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് വരും? നല്ല കാലം വരുമെന്ന് അദ്ദേഹം എന്നോട് പറയാറുണ്ട്. ഉൻകാ ലഡ്ക ബാൽമുകുന്ദ് മുझे अपने पिता की तरह चाहता है. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകനായ ബാലമുകുന്ദ് എന്നെ എന്താണ്? സ്വന്തം പിതാവിനെ പോലെ തന്നെ ഇഷ്ടപ്പെടുന്നുണ്ട്. അത്രയും അച്ഛനെ പോലെ തന്നെ എന്നെയും സ്നേഹിച്ചിരുന്നു. ജബ് മേം ബീമാർ പടാ. ഒരു ദിവസം എനിക്ക് എന്ത് ചെയ്തു? അസുഖം വന്നപ്പോൾ എന്താ സംഭവിച്ചത്? ബാലമുകുന്ദ് അംഗ്രേസ് സിപാഹിയും കി നസർ സെ ബെജാത്തെ. അദ്ദേഹം ബാലമുകുന്ദ് എന്ത് ചെയ്തു? വെള്ളക്കാരുടെയൊക്കെ കണ്ണിലൊന്നും പെടാതെ ഒളിച്ച് വന്ന് ഏക്ക് ഹക്കീം കോ മേരെ പാസ് ലേ ആകെ. ഒരു വൈദ്യനെ എൻ്റെ അടുത്ത് കൊണ്ടുവന്നു. പിന്നെയോ ഹക്കീം കി ദവാസെ മേരി ജാൻ ബെജി. ആ വൈദ്യൻ്റെ മരുന്നുകൊണ്ട് എൻ്റെ ജീവൻ തന്നെ രക്ഷപ്പെട്ടു. മുझे ജിന്ദഗി ബാലമുകുന്ദ് കി മദദ് സേ ഹി വാപ്പസ് മിലി. ബാലമുകുന്ദിൻ്റെ ഒരാളുടെ സഹായം കൊണ്ട് മാത്രമാണ് എനിക്ക് എൻ്റെ ജീവൻ തിരിച്ചു കിട്ടിയത്. ദൂർ കെ ദോസ്തോ മേ മീററ്റ് കെ ഹരിഗോപാൽ ജി ബുഫ്തേ ഹേ. അതുപോലെ അകലെയുള്ള സുഹൃത്തുക്കളിൽ മീററ്റിലെ ഒരു ഹരിഗോപാൽ തുഫ്തയും ഉണ്ട്. വേ ഷായരി കർത്തേ ഹേ. അദ്ദേഹം എന്ത് ചെയ്യുന്നു? കവിത എഴുതുന്ന വ്യക്തിയാണ്. ഷായരി മാനെ കവിത എഴുതുന്ന വ്യക്തിയാണ്. ഉന്നോനെ മുझे अपने घर മീററ്റ് സെ നക്കദ് റുപ്പയ ഭേജാ ഹേ. അദ്ദേഹം എനിക്ക് തൻ്റെ വീട്ടിൽ നിന്നും പണം അയച്ചു തന്നിട്ടുമുണ്ട്. गेहूं की कुछ बोरियां भी तुप्ता के आदमी मेरे घर രഖ് ഗയേ ഹെ. അതുപോലെ തന്നെ ഏതാനും കുറച്ച് ചാക്ക് ഗോതമ്പ് കൂടി അദ്ദേഹത്തിൻ്റെ ആൾക്കാരുടെ കൈവശം എത്തിച്ചിട്ടുമുണ്ട്. ഉന്നോനെ കഹല ഭേജാ ഹെ. അദ്ദേഹം ഇതുകൂടി എന്നോട് പറഞ്ഞ് എനിക്ക് അയച്ചു. എന്താണ്? എനിക്ക് മേം ഫിക്രിന കരും. എന്നോട് പറഞ്ഞു, എന്താണ് ഫിക്രിന കരും? ഫിക്രിന കരുമാനെ വേവലാതിപ്പെടേണ്ട കാര്യമൊന്നുമില്ല. വേ മേരി മദദ് ഹർ കിസ്മത്ത് സെ കർത്തേ രഹേങ്കി. അപ്പം അതുപോലെ ഏത് രീതിയിലും ഏതവസ്ഥയിലും അദ്ദേഹം എന്നെ സഹായിച്ചുകൊണ്ടേയിരുന്നു. അപ്പം ഏത് രീതിയിലാണെങ്കിലും അദ്ദേഹത്തെ സഹായിക്കാനായിട്ട് ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു അല്ലേ? അപ്പം അന്നത്തെ ആ ഒരുമ കൂടി നമുക്ക് ഇവിടെ മനസ്സിലാക്കാം. കാരണം നമ്മുടെ പ്രസിദ്ധ ഉറുദു മിർസ ഗാലിബിനെ എല്ലാവരും എല്ലാ രീതിയിലും സഹായിക്കുന്നുണ്ട് അല്ലേ? ये बातें जिनका लिखना ज़रूरी नहीं था, सिर्फ इसलिए लिखी कि
इन लोगों की दरिया दिली और हमदर्ദി का ശുക്രിയ അദാ ഹോ ഗയേ. അപ്പൊ ഇക്കാര്യങ്ങളൊന്നും ഇവിടെ എഴുതേണ്ട കാര്യമൊന്നുമില്ല. എങ്കിൽ ഇവരുടെയെല്ലാം കാരുണ്യത്തിനും സഹാനുഭൂതിക്കും എനിക്ക് എന്ത് വേണം? ശുക്രിയ, നന്ദി പറയേണ്ടതുണ്ട്. ഇവരുടെ ഈ സഹതാപത്തിനും ഈ സ്നേഹത്തിനും ഒക്കെ നന്ദി പറയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എൻ്റെ ഡയറി കുറിപ്പിൽ ഞാനിത് സൂചിപ്പിച്ചത്. രാത്രിക്കോ ചിരാഗ് നെഹീം ജൽത്തെ. രാത്രിയിൽ ഞങ്ങൾ വെളിച്ചത്തിനായിട്ട് വിളക്ക്, ചിരാഗ് എന്ന് പറയുന്നത് വിളക്കാണ് കേട്ടോ മക്കളെ. വിളക്ക് കത്തിക്കാറേ ഇല്ല. കാരണം വിളക്ക് കത്തിച്ചാൽ എന്ത് ചെയ്യും? ബ്രിട്ടീഷുകാർ അറിയും അല്ലേ. ദിൻമേൻ ചൂൽഹേ നെഹി സുൽഗത്തെ. അതുപോലെ പകൽ എന്ത് ചെയ്യാറില്ല നമ്മൾ? പകല് ആഹാരം, ചൂൽഹ എന്താണ്? അടുപ്പ് അല്ലെ. അടുപ്പും കത്തിക്കാറില്ല. പകല് നമ്മൾ അടുപ്പും കത്തിക്കാറില്ല. അപ്പൊ അടുപ്പിൽ തീ കത്തിക്കാറില്ല, രാത്രി വിളക്കും കത്തിക്കാറില്ല. അതിന് കാരണം എന്നാൽ അടുപ്പ് കത്തിക്കണില്ല എന്ന് വിചാരിച്ചാൽ അതിനിടയ്ക്ക്, അതായത് ആഹാരം ഉണ്ടാക്കുന്നില്ല. അപ്പൊ അതിന് കാര്യം എന്തായിരിക്കുമെന്ന് നമുക്കറിയാം അല്ലേ. ജബാനാജിഹി നെഹിഹേ. ആഹാരം ഉണ്ടാക്കണമെങ്കിൽ അതിന് വേണ്ട ആവശ്യമുള്ള വസ്തുക്കളൊക്കെ വേണം. അരിയും മറ്റു സാധനങ്ങളും ഒക്കെ വേണം അല്ലേ. ഇവിടെ ഇതൊന്നും തന്നെ ഇല്ല. തോ ചൂൽഹേ കഹാംസേ ജലേ. പിന്നെ എന്തിനാ അടുപ്പ് കത്തിക്കുന്നത് അല്ലേ. പിന്നെ അടുപ്പ് കത്തിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം എന്താണ് മക്കളെ? പാകം ചെയ്യാനായിട്ട് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. മക്കാനോ കെ മാലിക് മാർ ഡാലേ ഗയ്. കാരണം ഓരോ വീടുകളിലും എല്ലാ സാധനങ്ങളും വാങ്ങിക്കൊണ്ട് വരുന്നത് ആ വീട്ടിലെ ഗൃഹനാഥനാണ്. പക്ഷെ ഒരു വീടുകളിലും ഇപ്പോൾ ഗൃഹനാഥന്മാരില്ല. കാരണം ആ വീടുകളിലെല്ലാം ഗൃഹനാഥന്മാർ എന്ത് ചെയ്തു? മാർ ഡാലേ ഗയ്, കൊല്ലപ്പെട്ട് കഴിഞ്ഞു. വേ ഹോത്തേത്തോ ഹരോമേ ഗല്ലാ പാനിയാത്ത. അവരുണ്ടായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഓരോ വീടുകളിലും വെള്ളവും ആഹാരവും എല്ലാം വന്നേനെ അല്ലേ. गालिब जिसके इस शहर में हजारों दोस्त है, इस तन्हाई और अकेलेपन में सिर्फ अपने कलम के सहारे की जिंदा बच रहा है. അപ്പൊ ഇതിൽ നിന്ന് അദ്ദേഹം എന്താണ് പറയുന്നത്? ഈ ഏകാന്തതയിൽ, ഈ ഒറ്റപ്പെടലിലും ഒക്കെ എന്താണ്, ഞാൻ ശരിക്കും ഇവിടെ ആയിരക്കണക്കിന് എനിക്ക് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. പക്ഷെ എല്ലാ രീതിയിലും എല്ലാവരെയും ബ്രിട്ടീഷുകാർ കൊന്നൊടുക്കിയിരിക്കുന്നു. എല്ലാവരും, ബാക്കിയുള്ള കുടുംബത്തിലുള്ള സ്ത്രീകൾ വളരെ ദുഃഖത്തോടു കൂടി ജീവിക്കുന്നു. അപ്പൊ അവരുടെ ജീവൻ മാത്രം അവിടെ അവശേഷിച്ചിരിക്കുന്നു. പക്ഷെ ഇപ്പോൾ ഇതിനെല്ലാം ഓർത്ത് നമ്മുടെ കവിക്ക് ഉള്ളിൽ ദുഃഖം മാത്രമാണുള്ളത്. എന്നിട്ടും അദ്ദേഹം ഇപ്പോൾ ജീവിക്കുന്ന എന്തുകൊണ്ടാണ് മക്കളെ? തൂലികയുടെ ഒരു ശക്തി കൊണ്ട് മാത്രമാണ് അദ്ദേഹം ജീവിക്കുന്നത്. ഈ തൻഹായി പർ അകേലേപ്പൻ സിർഫ് അപ്പിനെ കലം കെ സഹാരെ. കലം എന്താണ്? പേന അല്ലെ. പേനയുടെ ഒരു രീതി കൊണ്ട് മാത്രമാണ് അദ്ദേഹം ജീവിക്കുന്നത്. ഉസ്കെ സാരേ ദോസ്ത് ഏക് കർ മാർ ഡാലേഗെ. അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ ഓരോരുത്തരായിട്ട് എന്ത് ചെയ്തു മക്കളെ? മരിച്ചുകൊണ്ടേ ഇരുന്നു അല്ലേ. മേരി ആത്മാമേ അബ് കേവൽ ദുഃഖ് ഹേ. എൻ്റെ മനസ്സിൽ, എൻ്റെ ആത്മാവിൽ, അത് എൻ്റെ മനസ്സിൽ ഇപ്പോൾ ദുഃഖം മാത്രമേ ഉള്ളൂ. കാരണം എല്ലാ രീതിയിലും ഞാൻ ആലോചിച്ചാലും ഒരു സന്തോഷവും ഇവിടെ നിന്ന് ലഭിക്കാനില്ല. അപ്പന ബിസ്തർ അവർ കപ്പടെ ബേച്ച് സിന്ദഗി ഗുസ്റ. അപ്പോൾ എല്ലാവരും ദുഃഖത്തിൽ ജീവിക്കുന്നു, ഞാൻ എന്ത് ചെയ്യുന്നു? എൻ്റെ വസ്ത്രം വിറ്റ് ജീവിക്കുന്നു അല്ലേ. അപ്പോൾ അതായത് ദൂസരേ ലോഗ് ജിസ് തരഹ്സെ റൊട്ടിയാൻ ഖാത്തെ ഹെ മൈ കപ്പടെ ഖാ രഹാ ഹും. എങ്ങനെയാണോ മറ്റുള്ളവർ ഭക്ഷണം കഴിക്കുന്നത്, ആ സമയത്ത് ഞാൻ കഴിക്കുന്നത് വസ്ത്രങ്ങളാണ്. ഇനി അടുത്ത അദ്ദേഹം പറയുന്നു നോക്കൂ. मैं कपड़े खा रहा हूँ, डरता हूँ कि जब सब कपड़ा खा लूँगा तो नंगा ही फूक मर जाऊँगा. അപ്പം ഞാൻ എന്ത് ചെയ്യും? എപ്പോഴാണോ ഈ വസ്ത്രങ്ങൾ അത്രയും ഞാൻ തിന്ന് വിശപ്പടക്കി കഴിയുന്നത്, അവസാനം ഞാൻ എന്ത് ചെയ്യും? നഗ്നനായിട്ട്, വസ്ത്രമില്ലാതെ വരുമ്പോൾ നമുക്ക് നഗ്നനായിട്ട് ജീവിക്കണം അല്ലേ. നഗ്നനായിട്ട് വിശന്ന് മരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ അത്ര ദയനീയമായ അന്നത്തെ അവസ്ഥ, അത്രയും ആൾക്കാരുടെ പരിശ്രമ ഫലമാണ് നമുക്ക് എന്ത് കിട്ടിയത്? സ്വാതന്ത്ര്യം ലഭിച്ചതല്ലേ. ഇന്ന് പലരും ദുരുപയോഗിക്കുന്ന ഈ സ്വാതന്ത്ര്യമെല്ലാം ഇത്രയും കഷ്ടപ്പാടിൻ്റെ ഫലമായിട്ട് നമുക്ക് ലഭിച്ചതാണ്. അപ്പോൾ ഇത് വളരെ അമൂല്യമാണെന്ന് തന്നെയാണ് ഈ ഡയറി കുറിപ്പ് നമ്മോട് പറയുന്നത്. अब आइए दूसरे लेसन की ओर. ഗാന്ധിജി കൈസേ ബനെ. സ്വയം പ്രകാശിൻ്റെതാണ്. അപ്പം നോക്കൂ, 20 जनवरी 1947 अले 20 जनवरी 1947 में मध्य प्रदेश के इंदौर में जन्म. समकालीन हिंदी साहित्य जगत में अपनी कहानियाँ और उपन्यासों के लिए विख्यात. प्रमुख रचनाएं सूरज कब निकलेगा, आएंगे अच्छे दिन भी, आत्मी जात का आत्मी अതൊരു കഹാനി സംഗ്രഹമാണ്. ജൽത്തെ ജഹാസ് പർ ബീച്ച് മേ വിനയ് ഉത്തർ ജീവൻ കഥ അതൊരു ഉപന്യാസ നോവലാണ്.
पहल सम्मान, राजस्थान साहित्य अकादमी सम्मान, ആനന്ദ് സാഗർ കഥാക്രം സമ്മാൻ, അതിശയ സമ്മാൻ. അപ്പം അദ്ദേഹത്തിന് ലഭിച്ച പുരസ്കാരങ്ങളാണ് പഹൽ സമ്മാനും രാജസ്ഥാൻ സാഹിത്യ അക്കാദമിയുടെ അവാർഡും അതുപോലെ ആനന്ദ് സാഗർ കഥാസഗ്രം സമ്മാനും. നോക്കൂ മക്കളെ, ഇവിടെ അദ്ദേഹത്തിൻ്റെ ജനനവും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്. ഹിന്ദി സാഹിത്യ ജഗത്തിലെ കഥയും നോവലും ഒക്കെ എഴുതുന്ന പ്രസിദ്ധനായ ഒരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹം ഗാന്ധിജിയുടെ ജീവിതം തികച്ചും സാർത്ഥകവും മറ്റുള്ളവർക്ക് പ്രേരണ നൽകുന്നതുമായിരുന്നു. തൻ്റെ മഹാനായ യുഗപുരുഷന് യുഗനേതാവും ഒക്കെയായിരുന്നു. ജീവിതത്തിൻ്റെ ഓരോ തലമുറയ്ക്കും മഹാത്മാഗാന്ധിയുടെ ജീവിതം അനുകരണീയമാണ് തന്നെയാണ്. അപ്പോൾ ഗാന്ധിജിയുടെ ജീവിതത്തെക്കുറിച്ചാണ് ഇവിടെ സ്വയം പ്രകാശ് നൽകുന്ന ഒരു ലേഖനമാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പം നമുക്കൊന്ന് നോക്കാം. നോക്കൂ, गांधी जी कैसे बने, गांधी जी എങ്ങനെ ഗാന്ധിജിയായി. क्या तुम एक ऐसे गांधी जी की कल्पना कर सकते हो जिन्होंने കുർത്ത പജാമ പഹൻ രഹാ ഹോ. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഗാന്ധിജിയെ കുറിച്ച് ചിന്തിക്കാൻ സാധിക്കുമോ? എങ്ങനെയാണ് പൈജാമയും കുർത്തയും ഒക്കെ ധരിച്ച്, അതുപോലെ എന്താണ് പാവുമേൻ ചപ്പൽ ഔർ സർപ്പർ ഖൂബ് സാരേ ബാൽ. അപ്പം നോക്കൂ, കാലിൽ ചെരുപ്പും തലനിറയെ തലമുടിയും അതുപോലെ ഉൻപർ ഗാന്ധി തൊപ്പി, പിന്നെയോ തലയിൽ ഗാന്ധി തൊപ്പിയും ഒക്കെ ആയിട്ട് ജിന്നോനെ ബച്ചോം കെ സ്കൂൾ ബാഗ് കി തര ഗലെ ചോല ടാങ്ക് രഹാ ഹോ. അപ്പോൾ ഗാന്ധി തൊപ്പിയും പൈജാമയും കുർത്തയും ധരിച്ച് കാലിൽ ചെരുപ്പും നിറയെ തലമുടിയും ഗാന്ധി തൊപ്പിയും ഒക്കെയായി കുട്ടികളുടെ സ്കൂൾ ബാഗ് പോലെ തോളത്തൊരു സഞ്ചിയൊക്കെ തൂക്കി പോകുന്ന ഒരു ഗാന്ധിജിയെ നിങ്ങളൊന്ന് സങ്കല്പിച്ചു നോക്കിയേ. അപ്പോൾ ഗാന്ധി ജയന്തി, ഗാന്ധിയുടെ ജന്മദിനമൊക്കെ അടുത്ത് വരികയാണല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും ഗാന്ധിജിയെ നിങ്ങളൊന്ന് സങ്കല്പിച്ചേ. എല്ലാവരും സങ്കല്പിച്ചല്ലോ. അപ്പോൾ നോക്കൂ, ഗാന്ധിജി ജയ്സെ ഫോട്ടോ മേൻ ദിക്തേ ഹേ. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ടെക്സ്റ്റിൽ കാണിച്ചിരിക്കുന്ന ഫോട്ടോസ് എല്ലാം കാണാൻ സാധിക്കില്ലേ? ഗാന്ധിജി എങ്ങനെയാണ് ഫോട്ടോയിൽ കാണുന്നത്? അതുപോലെ ആയിരുന്നില്ല എക്കാലവും ഗാന്ധിജി അല്ലേ? ഗാന്ധിജി അങ്ങനെയായിരുന്നില്ല. പണ്ടേ ഗാന്ധിജി ഇങ്ങനെയാണ് വരുന്നത്? ഒരിക്കലും അല്ല. വൈസെ ഹമേശാസി നഹ്യവേ ധീരെ ധീരെ ഗാന്ധി ബനെ. പതുക്കെ പതുക്കെയാണ് അദ്ദേഹം ഇന്നത്തെ ഗാന്ധിജിയായി മാറിയത്. അപ്പോൾ അതെങ്ങനെയെന്ന് നമുക്കൊന്ന് നോക്കാം. ബച്ചുപ്പൻ മേ ഗാന്ധിജിക്കോ അന്ധേരെ സെ ഡർ ലഗ്താത്. അപ്പം നിങ്ങളായ കൊച്ചു കുട്ടികളെ പോലെ തന്നെയായിരുന്നു കുട്ടിക്കാലത്ത് ഗാന്ധിജിക്ക് അന്ധേര ഇരുട്ടിനെ വല്ലാത്ത ഡർ ഭയമായിരുന്നു. ഉന്നെ ലഗ്താത കോയി ഭൂത ആക്കർ ഉന്നെ പകടില്ലേക. അദ്ദേഹം എന്ത് ചിന്തിച്ചു? ഇരുട്ടിൽ വല്ല ഭൂതമൊക്കെ വന്ന് എന്നെ പിടിച്ചൊക്കെ കൊണ്ട് പൊയ്ക്കാലോ എന്ന് കരുതിയിരുന്നു. അപ്പം ശരിക്കും നല്ല ഭയമായിരുന്നു. നോക്കൂ മക്കളെ, ബെഡേ ഹോക്കർ വേ ഖുദ് ഐസേ ഹി ഹോ ഗയേ അംഗ്രേസ് ഹുക്കുമത്ത് ഉൻസേ ഡർനെ ലഗേ. നോക്കൂ, അതൊരു നല്ല പ്രയോഗമാണ് അല്ലേ. ഗാന്ധിജിക്ക് ഇരുട്ടിനെ ഭയമായിരുന്നു, ഇരുട്ടിൽ ഭൂതം വന്ന് തന്നെ പിടിക്കുമെന്നും ഒക്കെ അദ്ദേഹം കരുതി. എന്നാലോ ഇതേ ഗാന്ധിജി പ്രായമായപ്പോൾ ബ്രിട്ടീഷ് ഭരണകൂടം ഗാന്ധിജിയെ ഭയപ്പെടാൻ തുടങ്ങിയല്ലേ. എന്നാൽ അദ്ദേഹം ആരെങ്കിലും ആക്രമിച്ചിട്ടുണ്ടോ? ഒരിക്കലുമില്ല. പക്ഷെ അദ്ദേഹം അഹിംസയുടെ പാതയിലൂടെയാണ് നീങ്ങിയിരുന്നെങ്കിലും ഗാന്ധിജി എല്ലാവരും ബ്രിട്ടീഷുകാർ ആകമാനം ഭയന്നു തുടങ്ങി. മാനവേ പോയി ഭൂതുഹോ. എന്താ, അദ്ദേഹം വല്ല ഭൂതമായിട്ടുകൊണ്ടാണോ പേടിക്കുന്നത്? ഒരിക്കലുമല്ല. ജബ് ഉന്നെ കഠിനായിയോ ഹൈസ്കൂൾ ടു പഹലി കശാമി ഭർത്തി കരായെ തബ് ഉൻകി ഉമ്ര തി 11 സാൽ. അപ്പം നമ്മുടെ ഗാന്ധിജിയെ എന്ത് ചെയ്തു? അപ്പോൾ ഇവിടെ ഗാന്ധിജി ഒരു ഭൂതം പോലും അല്ല, എന്നാലും ഭൂതത്തെ പോലെ തന്നെ നമ്മുടെ ബ്രിട്ടീഷുകാർ അവസാനം ഗാന്ധിജിയെ ഭയന്നു അല്ലേ. കത്തിയവാഡ് സ്കൂളിൽ നിന്ന് 1ാം ക്ലാസ്സിൽ അദ്ദേഹത്തെ ചേർക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം എത്രയായിരുന്നു? 11 സാൽ അല്ലേ. അപ്പോൾ കത്തിയവാഡ് സ്കൂളിൽ ആദ്യമായിട്ട് അദ്ദേഹത്തെ ചേർക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഏജ് എത്രയായിരുന്നു? 11 വയസ്സ്. പിന്നെയോ മക്കളെ, ഇതിഹാസ്, ഭൂഗോൾ, ഗണിത ഓർ അംഗ്രേസി, അവിടെ ഏതൊക്കെ വിഷയമായിരുന്നു അവിടെ പഠിപ്പിച്ചിരുന്നത്? ജോ വിഷയ് പഠായേ ജാത്തേ ഥേ. അവിടെ പഠിപ്പിച്ചിരുന്ന വിഷയം ഏതൊക്കെയായിരുന്നു? നോക്കൂ, ഇതിഹാസ് ഹിസ്റ്ററി, പിന്നെയോ ഭൂഗോൾ എന്താണ്? ഭൂമിശാസ്ത്രം ജിയോഗ്രഫി, പിന്നെയോ ഗണിത് മാത്തമാറ്റിക്സ് ഓർ അംഗ്രേസി ഇംഗ്ലീഷുമായിരുന്നു അവിടെ പഠിപ്പിച്ചിരുന്നത്. സ്കൂളിക്ക് ഫീസ് 8 ആണേ പ്രതിമാഹ്. അപ്പോൾ അവിടെ സ്കൂളിലെ ഫീസ് എത്രയായിരുന്നു? ഒരു മാസം 8 അണ. അതായത് എത്രയാണ്? 50 പൈസ, 50 പൈസ ഹർ മഹീനെ, ഒരു മാസം 50 പൈസ. പഹലി പരീക്ഷ മേ ഗാന്ധിജി 34 ബച്ചോ മേം സെ 32 സ്ഥാൻ പർ രഹേ. നല്ല റിസൾട്ടാണ് കേട്ടോ. നോക്കൂ, അവിടെ എത്ര കുട്ടികളുണ്ടായിരുന്നു? അവിടെ ഉണ്ടായിരുന്ന ആദ്യത്തെ പരീക്ഷയിൽ തന്നെ അദ്ദേഹത്തിൻ്റെ റിസൾട്ട് നോക്കൂ മക്കളെ. ക്ലാസ്സിൽ ഉണ്ടായിരുന്ന 34 കുട്ടികൾ, 34 കുട്ടികളിൽ അദ്ദേഹത്തിൻ്റെ സ്ഥാനം എത്രയായിരുന്നു? 32 അല്ലേ. പിന്നെയോ അവർ 2 വിഷയവും 2 വിഷയത്തിന് അദ്ദേഹത്തിന് എന്ത് കിട്ടി? നല്ല ഒരു വലിയ മാർക്ക് കിട്ടി. എന്തായിരുന്നു അത്? 0 അല്ലേ, 0 മാർക്ക് ലഭിച്ചു. അപ്പോൾ അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ അറ്റംപ്റ്റ്. പക്ഷേ പിന്നെ പതുക്കെ അദ്ദേഹം
വലിയ വലിയ വിദ്യാഭ്യാസങ്ങൾ നേടി അല്ലേ. ഇംഗ്ലണ്ട് പഠനേ ഗേത്തോ ഉൻകെലിയെ ഖൂബ് സാരെ കപ്പടെ സിൽവായേ ഗയെ. അപ്പൊ ഈ ഉന്നത പഠനത്തിനായി അദ്ദേഹം ഇംഗ്ലണ്ടിലേക്ക് പോയി. ഇംഗ്ലണ്ടിൽ ചെന്നപ്പോഴോ അദ്ദേഹം പോകുന്നതിനായിട്ട് അദ്ദേഹത്തിന് ധാരാളം വസ്ത്രങ്ങൾ സിൽവായേ ഗയെ തയ്പ്പിക്കുകയുണ്ടായി. ദക്ഷിണാഫ്രിക്കമേ കുർത്ത തോത്തി പഹന്നയിലേക്ക്, ദക്ഷിണാഫ്രിക്കയിൽ അദ്ദേഹം കുർത്തയും തോത്തിയും ധരിച്ചു. അവർ ഭാരത് അല്ല ആയേത്തോ ഏക് ബാർ, തിരിച്ച് ഭാരതത്തിലെത്തിയപ്പോൾ എന്ത് ചെയ്തു, ഒരിക്കൽ മധുരയിൽ देखिए बच्चों മധുരൈ ഗയെ ഫാഷൻ ദേനെ. അപ്പം മധുരൈ ഒരിക്കൽ പ്രഭാഷണത്തിനായിട്ട് സ്പീച്ചിനായിട്ട് അദ്ദേഹം മധുരയിൽ പോയി. വഹാമേക്ക ഔരത്തുക്കോ ദേഖ, അവിടെ അദ്ദേഹം ഒരു സ്ത്രീയെ കണ്ടു. ജോ താലാബുമ്മേ അപ്പിനി ധോത്തി ധോ രഹി തി. അപ്പോൾ ആ സ്ത്രീ എന്തായിരുന്നു മക്കളെ ചെയ്തിരുന്നത്, താലാബുമ്മേ കുളത്തിൽ, അപ്പിനി ധോത്തി തൻ്റെ വസ്ത്രം എന്ത് ചെയ്യൂ, ധോ രഹി തി കഴുകുകയായിരുന്നു. ആ സ്ത്രീ എങ്ങനെയാണ് കഴുകിയിരുന്നത് നിങ്ങൾ നോക്കൂ. ലേക്കിൻ കൈസെ എങ്ങനെയായിരുന്നു കഴുകിയിരുന്നത്, ആധി പഹന്തി പകുതി വസ്ത്രം ആ സ്ത്രീ ധരിച്ചിരുന്നു. ഓർ ബാക്കി ആദി ധോത്തി ബാക്കിയുള്ള പകുതി വസ്ത്രം ആ സ്ത്രീ കഴുകുകയായിരുന്നു. ഫിർ തുലി ഹുയി പിന്നെ എന്ത് ചെയ്യുന്നു, കഴുകിയ ഭാഗം ഉടുക്കുന്നു. ഉടുത്തിട്ട് വീണ്ടും ധരിച്ചിരുന്ന ഭാഗം പഹൻ ലേത്തി ഔർ ശേഷുക്കോ തോത്തി ധരിച്ചിരുന്ന ബാക്കി ഭാഗം എടുത്ത് കഴുകുന്നു. അപ്പോൾ അതായത് അത്രയ്ക്ക് ആ സ്ത്രീക്ക് വസ്ത്രം ധരിക്കാൻ വസ്ത്രമില്ല എന്ന് മനസ്സിലാക്കാം. ഉസ്കി കാലത്ത് ഇതെല്ലാം ഗാന്ധിജി നോക്കി കാണുകയായിരുന്നു. ഉസ്കി കാലത്ത് ദേക്കുകാർ ആ സ്ത്രീയുടെ അവസ്ഥ കണ്ട് ഗാന്ധിജിക്ക് ഫീദർ തക്ക് ഹൽഹിൽ ഗയെ. അപ്പോൾ ഈ സ്ത്രീയുടെ വസ്ത്രം കഴുകുന്ന ആ ഒരു രീതി അതെങ്ങനെ എന്തായിരുന്നു, പകുതി വസ്ത്രം ധരിച്ചുകൊണ്ട് ബാക്കി പകുതി കഴുകുന്നു. പിന്നെ എന്ത് ചെയ്യുന്നു, ആ കഴുകിയ വസ്ത്രം എടുത്ത് ഭാഗം ധരിക്കുന്നു. പിന്നെ താൻ ധരിച്ചിരുന്ന ഭാഗം കഴുകുന്നു. ആ അവസ്ഥ ഗാന്ധിയുടെ മനസ്സിനെ വല്ലാതെ തട്ടി. അപ്പോൾ ആ സമയം അദ്ദേഹം എന്ത് ചെയ്തു, ഒരു ഫൈസല കർദിയ തീരുമാനമെടുത്തു. അബ് സിർഫ് ഏക്ക് ധോത്തി ഹി പഹനൂങ്ക, ഇനി ഞാൻ ഒരു ധോത്തി ഒരു മുണ്ട് മാത്രമേ ധരിക്കുകയുള്ളൂ എന്ന് അന്ന് അദ്ദേഹം എടുത്ത തീരുമാനമാണ്. ആ തീരുമാനം അദ്ദേഹം ജീവിതാവസാനം വരെ പാലിച്ചു. ബാദ്മേ ഗോൾമേജ് സമ്മേളൻ കെലിയെ ലണ്ടൻ കെ, അവസാനം അദ്ദേഹം എന്ത് ചെയ്തു, ഗോൾമേജ് സമ്മേളനം എന്ന് പറഞ്ഞാൽ വട്ടമേശ സമ്മേളനമാണ് അല്ലേ, ലോകത്തെ ഏറ്റവും വലിയൊരു സമ്മേളനമാണ്. ആ സമ്മേളനത്തിന് അദ്ദേഹം ലണ്ടൻ പോയി. അപ്പോഴും വഹാം തോ खूब सर्दी पड़ती है. അപ്പോൾ അവിടെ ചെന്നപ്പോൾ നല്ല തണുപ്പുള്ള സമയമാണ്. തോ വഹാം കെ ബെച്ചെ പൂച്ചത്തെ, അപ്പോൾ അവിടെയുള്ള കുട്ടികളൊക്കെ ചോദിച്ചു, ബാബാ തുമാരി പത്തലൂൻ കഹാ ഗയി, ബാബാ അങ്ങയുടെ പത്തലൂൻ കോട്ടൊക്കെ എവിടെ പോയി എന്ന് ചോദിച്ചു. കാരണം നല്ല തണുപ്പാണ്. ഗാന്ധിജി ഉന്നയും കോയി ജവാബ് നെഹിൻ ദേത്തെ, ഗാന്ധിജി അവർക്ക് ഒരു ഉത്തരവും കൊടുത്തില്ല. ബസ് ഹസ്ക രഹ്ജാത്തെ, വെറുതെ പുഞ്ചിരിച്ചതേ ഉള്ളൂ. ലേക്കിൻ ജബ് റാണി സെ മിൽനെ ഗയെ തോ റാണി കെ ദർബാർ മേ ഐസാ ജാത്താ തോ അദബ് കായദയ്ക്ക് ഖിലാബ് ഥാ. അപ്പോൾ ഇനിയിപ്പം മഹാറാണിയെ കാണാൻ പോകേണ്ടതുണ്ട്. ഇപ്പോൾ കാണാനായിട്ട് ദർബാർ രാജസദസ്സിൽ പോവുകയാണെങ്കിൽ ഈ വസ്ത്രവും ധരിച്ചുകൊണ്ട് പോകുന്ന ആദബ് കായദയ്ക്ക് ഖിലാബ് ഥാ. അന്ന് ആ ഒരു നടന്നുകൊണ്ടിരിക്കുന്ന മാന്യത. അപ്പോൾ നമുക്കൊരു എവിടെയും ഒരു വ്യക്തിയെ കാണാൻ പോകുമ്പോൾ നമ്മുടേതായ ഒരു മാന്യത കീപ്പ് ചെയ്യണമല്ലോ. അതാണ് ഈ ആദബ് കായദ് എന്ന് പറയുന്ന ആ ഒരു മാന്യതയ്ക്ക് എതിരായിരുന്നു ഈ ഒരു വേഷം ധരിച്ചു കൊണ്ടുപോകുന്നത്. അപ്പോൾ തോ കിസിനെ പൂച്ച, അപ്പോൾ ആരോ ആ ഗാന്ധിജിയോട് ചോദിച്ചു, ഇത്തനെ കം കപ്പടോമേ ദർബാർമേ കൈസേ ജാവുകെ, ഇത്ര കുറച്ച് വസ്ത്രവും ധരിച്ചുകൊണ്ട് എങ്ങനെ രാജ്യസദസ്സിൽ പോകും. അപ്പോൾ തോ ബോലെ, അപ്പോൾ അദ്ദേഹം എന്താ മക്കളെ പറഞ്ഞോ നോക്കൂ. ഫിക്കർ മത് കരോ, നിങ്ങൾ വിഷമിക്കേണ്ട. തുമാരേ രാജാന് ഹം ദോനോം കെ ബരാബർ കപ്പടെ അകേലേഹി പഹൻ രഖിയെ ഹോങ്കി. എങ്ങനെയുണ്ട് മറുപടി നോക്കൂ. നിങ്ങൾ പ്രയാസപ്പെടേണ്ട കാര്യമൊന്നുമില്ല, നമുക്കുള്ള വസ്ത്രവും കൂടെ രാജാവ് ധരിച്ചിട്ടുണ്ട്, അതുകൊണ്ട് നമ്മൾ വേറെ നാണിക്കേണ്ടേ വിഷമിക്കേണ്ടേ ഒന്നും കാര്യമില്ലെന്നല്ലേ. നല്ല മറുപടിയായിരുന്നു അല്ലേ. അപ്പോൾ അതായത് ഈ വേഷത്തിൽ രാജസദസ്സിലേക്ക് എങ്ങനെ പോകുമെന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ വിഷമിക്കേണ്ട, ഞങ്ങൾ രണ്ടുപേർക്കും വേണ്ട വസ്ത്രങ്ങൾ കൂടി രാജാവ് തന്നെ ധരിച്ചിട്ടുണ്ടായിരിക്കുമെന്ന് ഗാന്ധിജി ആ നല്ല ഹ്യൂമർ സെൻസിൽ മറുപടി കൊടുത്തു. ലേഖ്യ ബച്ചോ ഗാന്ധിജി ലിഖിത്തേക്ക് ഏക്ക് ബെഡിയ പെൻസ്, ഗാന്ധിജി എഴുതിയിരുന്നത് ഒരു നല്ല ബെഡിയ വില കൂടിയ പെൻ വെച്ചായിരുന്നു. വോ പെൻ ഏക്ക് ദിൻ ചോരി ചലാകെ, ഒരു ദിവസം ആ പേന മോഷണം പോയി. ലിഖിനെ ബൈറ്റെ അവർ പായാക്കി പെൻ തോ നുഹി നഹി, എഴുതാനായിട്ട് പോയിരുന്നപ്പോഴോ പേന ഇല്ല. എന്ത് ചെയ്യും. ഉസി സമയം അപ്പോൾ ഏക ബച്ചേനെ അപ്പിനെ പെൻസിൽ ദേദി, അപ്പോൾ ഒരു കുട്ടി ഇത് കണ്ടു. ആ കുട്ടി എന്ത് ചെയ്തു, അദ്ദേഹത്തിന് തൻ്റെ പെൻസിൽ കൊടുത്തു.
ലോ ബാബ ഇസ്സെ ലിഖോ, ഇത് വാങ്ങിക്കൂ ബാബ, അങ്ങ് ഇത് വെച്ച് എഴുതൂ എന്ന് പറഞ്ഞു. ഉന്നോനെ ലിഖക്കർ ദേഖ, അദ്ദേഹം എഴുതി നോക്കി. അപ്പോൾ അരേ വാ, ആ സൂപ്പർ എന്ന് പറയുകയാണ്. ഇസ്സെ തോ അച്ഛാ ലിഖാ ജാത്ത, ഇതുകൊണ്ട് നന്നായിട്ട് എഴുതാമല്ലോ മോനെ. അവർ സ്യാഹി വകൈര് ഫർണേക്ക് ചഞ്ചട്ട് ഫി നെഹി, ആ മഷി ഒക്കെ നിറയ്ക്കണമെന്നുള്ള ടെൻഷനും ഒന്നും നമുക്കില്ല. എന്ത് ചെയ്യാം, പെൻസിലല്ലേ, അപ്പോൾ ലെഡല്ലേ, നമുക്കങ്ങ് എഴുതിയാൽ മതി. തോ തൈക്കർ ലിഖാക്കി, അപ്പോൾ പെൻസിൽ സേഹി ലിഖേങ്കി. അപ്പോൾ അങ്ങനെ അദ്ദേഹം ഉറപ്പിച്ചു, എന്താണ്, ഇനി പെൻസിൽ കൊണ്ടേ എഴുതൂ എന്ന് ഉറപ്പിച്ചു. എന്നിട്ടോ മക്കളെ, എന്നിട്ട് അടുത്തൊരു സെൻറ്റൻസ് നോക്കൂ. അവർ പെൻസിൽസെ ഉന്നോനെ പഹലി ചിട്ടി, അദ്ദേഹം പെൻസിൽ വെച്ച് ആദ്യത്തെ കത്തെഴുതിയത് ആർക്കായിരുന്നു? കൈസെ ലിഖി ജാത്തി ഹോ, കിസെ ലിഖി ജാത്തി ഹോ, ആർക്കാണ് എഴുതിയത്? ഭാരത് കെ വൈസ്രോയിക്കോ. അപ്പം ഭാരതത്തിലെ വൈസ്രോയിക്ക് തന്നെ ആദ്യമായിട്ടൊരു കത്ത് എഴുതി. അത് എന്തുകൊണ്ടായിരുന്നു? പെൻസിൽ കൊണ്ടായിരുന്നു അല്ലേ? അരേ വാ, വളരെ നന്നായിട്ടുണ്ടല്ലേ. അപ്പോൾ ഗാന്ധിജിയുടെ പ്രകടനങ്ങൾ വളരെ മനോഹരമായിരുന്നു. ലിഖത്തെ ലിഖത്തെ പെൻസിൽ ചോട്ടി ഹോ ജാത്തി തോ ഉസ് പർ കാഗസ് കി പെഗോലി ലഗാക്കർ ധാഗെ സെ ബാന്ത് ലേത്തെ. ഉണ്ടോ? അപ്പോൾ അദ്ദേഹം ആ പെൻസിൽ എഴുതിക്കൊണ്ടുവന്ന പെൻസിൽ വില കുറഞ്ഞതാണെന്ന് കരുതി അദ്ദേഹം എന്ത് ചെയ്യില്ല, അതെടുത്ത് കളയുകയൊന്നുമില്ല. അദ്ദേഹം എന്ത് ചെയ്തു, എഴുതി പെൻസിൽ ചെറുതാകുമ്പോൾ കടലാസ് ചുരുട്ടി, എന്ത് ചെയ്യുന്നു, കാഗസ് കി ഫെങ്കോലി, കടലാസ് ചുരുട്ടി ആ ചുരുളുകളാക്കി അതിൽ ചരട് കൊണ്ട് കെട്ടി. എന്നിട്ട് എന്ത് ചെയ്യും, വാസ്തവത്തിൽ ഇതിന് പിന്നെ അദ്ദേഹത്തിൻ്റെ ചപല ചിന്തയോ ഭ്രാന്തോ ഒന്നും അല്ല കേട്ടോ. ദർസാൽ ഇനി ഉൻകെ പീച്ച് ഒരു സനക്ക് നെഹിം ബൽക്കി, ഇദ്ദേഹത്തിൽ അതിന് പിറകെയുള്ള വേറൊരു യാതി ചിന്തകളോ ഒന്നുമില്ല. ഗാന്ധിജിക്ക് യഹ് സോച്ചത്തി कि जब आपके देश के अधिकांश लोग गरीब हो तो आपके फिसूल खर्ची और दिखाव नहीं चाहिए. അദ്ദേഹം ഇങ്ങനെ ഈ പെൻസിൽ തീരാറായപ്പോൾ ഈ പേപ്പർ ചുരുട്ടിയൊക്കെ വെച്ച് എഴുതുമ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ഭ്രാന്തോ മറ്റെന്തോ ആണെന്നൊന്നും നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട. അദ്ദേഹം ഇത്ര മാത്രമേ ചിന്തിക്കുന്നുള്ളൂ, നമ്മുടെ രാജ്യത്തെ കൂടുതൽ ആൾക്കാരും ദരിദ്രരായിരിക്കുമ്പോൾ അനാവശ്യമായ ചിലവും പുറമോടിയും ഒന്നും ആവശ്യമില്ല എന്നതായിരുന്നു അദ്ദേഹം ചിന്തിച്ചിരുന്നത് അല്ലേ. കാരണം ഈ ലോകത്തെ ആളുകളെല്ലാം എങ്ങനെയായിരുന്നു മക്കളെ, വളരെ അധികാംശം മൊത്തം ആളുകളും ഗരീബായിരുന്നു അല്ലേ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഫിസൂർ വെച്ച് ആഡംബരവും ഷോയും ഒന്നും കാണിക്കേണ്ട കാര്യമില്ല അല്ലേ. ഉള്ളത് കൊണ്ട് മാക്സിമം ചിലവ് കുറയ്ക്കുക. മഗർ ആപ്പ് സച്ചുമുച്ച് അപ്പനെ ദേശ ഓർ ദേശവാസിയും കോ പ്യാർ കർത്തേ ഹം, അദ്ദേഹത്തിൻ്റെ ദേശത്തെയും ദേശപ്രവാസികളെയും ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു അല്ലേ. തോ ആപ്കെ കംസേ കം കാം ചലാന ചാഹിയെ, അദ്ദേഹത്തിന് എന്ത് വേണം, അവിടുത്തെ ആളുകളെല്ലാം സ്നേഹിക്കണം. അപ്പോൾ ആ സ്നേഹിക്കുമ്പോൾ അതെന്ത് വേണം, അവരൊക്കെ വില കുറയണം, അവരുടെ എല്ലാ രീതിയിലും അവരുടെ തൻ്റെ ചിലവ് കുറച്ച് അവരോട് സ്നേഹം കാണിക്കുക, അതായിരുന്നു അദ്ദേഹം ചിന്തിച്ചത്. അവർ സാദഗി എന്ന് പറഞ്ഞ എളിമയാണ്, ലാളിത്യം, അതിൻ്റെ മഹത്വവും അവരെ മനസ്സിലാക്കിക്കുക. ആ ബെഡേ ബനേങ്കെ അവർ കഹലായെങ്കെ അപ്പിനെ വിചാരോം സെ ഔർ അപ്പിനെ കാംസെ ഇന്നാക്കി. അപ്പോൾ അദ്ദേഹം പറയുന്നത് എന്താണ്, നാം നമ്മുടെ പ്രവൃത്തികളിലൂടെയും വിചാരങ്ങളിലൂടെയാണ് വലിയവനാകേണ്ടത്, അല്ലാതെ എന്താണ് ഇന്നാക്കി. പിന്നെ ബാക്കി അടുത്ത പേജിലാണ് നോക്കൂ. അപ്പോൾ ഒരിക്കലും നാം അദ്ദേഹത്തിൻ്റെ ഒരു സിദ്ധാന്തം ആ ബെഡേ ബനേങ്കി, നിങ്ങൾ വലുതാവണം, അതെങ്ങനെയായിരിക്കണം, കഹലായെങ്കിൽ വിചാരവും നമ്മുടെ പ്രവൃത്തിയിലും പറച്ചിലുമായിരിക്കണം നാം വലിയ കാര്യങ്ങൾ കാണിക്കേണ്ടത്, അല്ലാതെ ഏതിലല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പനെ കപ്പടോം സേ നെഹിം അല്ലേ, തൻ്റെ വസ്ത്രധാരണത്തിലൂടെയെല്ലാം നാം വലിയവനെന്ന, അതായത് നമുക്ക് ഷോ അല്ല കാണിക്കേണ്ടത്, സ്നേഹമാണ് കൊടുക്കേണ്ടത്. ഏക് ബാർ തോ ഉൻകി പ്രാർത്ഥന സഭാമേ കുച്ച് അമീർ ആദ്മി സജ് തജ്കർ ആ ഗേയത്തു ഗാന്ധിജീനെ ഉന്നയൻ ഠാണ്ട് ദിയ. ഒരു ദിവസം ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന സഭയിൽ എന്ത് ചെയ്തു, കുറച്ച് ധനികർ എന്ത് ചെയ്തു, അമീർ ധനികർ ആത്മീ സജ് തജ്കർ കെട്ടി അണിഞ്ഞൊരുങ്ങിയൊക്കെ എത്തി. അപ്പോൾ ഗാന്ധിജി എന്താ മക്കളെ ചെയ്ത്, ഗാന്ധിജി തോ ഉന്നയൻ ഠാണ്ട് ദിയ, ഗാന്ധിജി അവരെ ഠാണ്ടിനെ ശകാരിക്കുക, വഴക്ക് പറഞ്ഞു. ജൈൻ ധർമ്മമേം ഭി അപരിഗ് ഔർ കാഫി ജോർ ദിയാ ഗയാ ഹെ, അദ്ദേഹം എന്ത് ചെയ്യും, ജൈനമതത്തിലും അപരിഗ്രഹ എന്ന് പറയുന്ന ജൈനമതത്തിൻ്റെ ഒരു വിശ്വാസമാണ്. അതായത് അന്യൻ്റെ ദാനം സ്വീകരിക്കരുത് എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപരിഗ്രഹം എന്ന് പറഞ്ഞാൽ അന്യൻ്റെ ദാനം സ്വീകരിക്കരുത്. യാനി ഫാൽത്തൂക്കി ചീസ ജമാ മത്ത് കർണ, അപ്പോൾ അന്യൻ്റെ ദാനം നമ്മൾ സ്വീകരിക്കരുത്. ബസ് ഗാന്ധിജിക്കോ തോ ജഹാം ഫി കുച്ച് അച്ചാ ലഗ അപ്പിന ലേത്തേ थे. അപ്പോൾ അദ്ദേഹത്തിന് എന്താണ്, തൻ്റെ
അന്യൻ്റെ ദാനം സ്വീകരിക്കരുത് എന്നുള്ളതിന് അദ്ദേഹം പ്രാധാന്യം നൽകിയിരുന്നു. അപ്പോൾ അപഗ്രഹം എന്ന് വെച്ചാൽ ആവശ്യത്തിലധികമായിട്ടുള്ള ഒരു വസ്തുക്കളും നാം കൂട്ടിവെക്കരുത്. ഉന്നനെ അപഗ്രഹിക്കോഫി അപ്പനാലിയ. അപ്പോൾ ഈ ഒരു സിദ്ധാന്തത്തെ കൂടി അദ്ദേഹം എന്ത് ചെയ്തു, സ്വന്തമാക്കി. അതായത് മറ്റുള്ളവരുടെ ദാനം, ആവശ്യമില്ലാത്ത ദാനങ്ങളൊന്നും സ്വീകരിക്കരുത്. അങ്ങനെ ആ ഒരു ജൈന മതത്തിൻ്റെ ആ ഒരു അപരിഗ്രഹ് എന്നുള്ളത് കൂടി അദ്ദേഹം തനിക്ക് സ്വന്തമാക്കി. ഗാന്ധിജിക്ക് തീൻ ബന്ദർ ബഹുത് മഷഹൂർ ഹെ. ഗാന്ധിജിയുടെ 3 കുരങ്ങ് വളരെ പ്രസിദ്ധമാണ്. യഹ് ദരസൽ ഏക് ഖിലൗന ഥ. അതെന്താണ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് ഏത് മങ്കി എന്നൊക്കെ ചിന്തിക്കും. യഥാർത്ഥത്തിൽ അതെന്താണ് മക്കളെ? ഏക് ഖിലൗന ഥ, ഒരു കളിപ്പാട്ടമാണ്. അത് എങ്ങനെ കിട്ടിയതാണ്? ജോ കുച്ച് ചീനി ബെച്ചും. അത് ചില ചൈനക്കാരായ ചില കുട്ടികൾ എന്ത് ചെയ്തു, ഗാന്ധിജിക്കോ പേണ്ട് ദിയാത്ത, ഗാന്ധിജിക്ക് ഉപഹാരമായിട്ട് അയച്ചു കൊടുത്തതാണ്. ലേക്കിൻ ഗാന്ധിജീനെ ഉന്നെ അപ്പിനെ ജീവൻ കാ സാത്തി ബനാലിയെ. എന്നാൽ ഗാന്ധിജി എന്ത് ചെയ്തു, അതിനെ തൻ്റെ ജീവൻ സാത്തി, തൻ്റെ കൂടെ കൊണ്ടുപോകുന്ന ഒരു ഇതിലേക്ക് മാറ്റിക്കഴിഞ്ഞു. അപ്പോൾ ഗാന്ധിജിയുടെ 3 കുരങ്ങ് വളരെ പ്രസിദ്ധമാണ്. സത്യത്തിൽ അതെന്തായിരുന്നു മക്കളെ? ചൈനക്കാരിലായ കുറച്ച് കുട്ടികൾ അദ്ദേഹത്തിന് ഉപഹാരമായി നൽകിയ കളിപ്പാട്ടമാണ്. എന്നാൽ അദ്ദേഹം എന്ത് ചെയ്തു, ഉസേ അപ്പനെ ജീവൻ സാത്തി, തൻ്റെ ജീവിതത്തിൻ്റെ സ്നേഹിതരാക്കി അതിനെ മാറ്റി. ജബ് തോത്തി പഹന്നെ ശുരു കർ ദി തോ ജബ് ഖടി കഹാം രഹേ. അപ്പോൾ അദ്ദേഹം തോത്തി ധരിച്ചു തുടങ്ങിയപ്പോഴേക്കും പിന്നെ അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു? ജേബ് കടി, പോക്കറ്റ് വാച്ച് വയ്ക്കാൻ സ്ഥലമില്ലാതെയായി. പോക്കറ്റ് വാച്ച് എവിടെ വെക്കും? തോ ഉസേ കമർമേ ലടക്കാന ശുരു കർ ദിയ. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു, ആ പോക്കറ്റ് വാച്ച് എന്ത് ചെയ്തു മക്കളെ? ഇലയിൽ എന്ത് ചെയ്തു, അത് തൂക്കിയിടാൻ തുടങ്ങി. ഈ സ്ഥല ഗാന്ധിജി ധീരെ ധീരെ വൈസേ ഗാന്ധിജി ബനിക. അങ്ങനെ ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ അദ്ദേഹത്തിന് ഉണ്ടാകുന്ന മാറ്റങ്ങളാണ്. അങ്ങനെ അദ്ദേഹം പതുക്കെ പതുക്കെ ഇന്നത്തെ ഗാന്ധിജിയാകാൻ തുടങ്ങി. ആജ്കൽ ഹം ഉൻകെ ചിത്രമേ ദേഖ്തേ ഹൈ. ഇന്ന് നമ്മൾ ചിത്രങ്ങളിൽ കാണുന്ന ഗാന്ധിജി അങ്ങനെയാണ്. ഇന്ന് അദ്ദേഹം സാവധാനം നാം ഇന്ന് ചിത്രങ്ങളിൽ കാണുന്ന ഗാന്ധിജിയായി മാറിയത്. അപ്പം നിങ്ങൾക്ക് എല്ലാ പേർക്കും മനസ്സിലായി എങ്ങനെയാണ് ഗാന്ധിജിയായതെന്നല്ലേ? അപ്പോൾ മനോഹരമായ ഒരു ലെസൺ തന്നെയായിരുന്നു. ഇനി നമുക്ക് അടുത്ത പാഠത്തിലേക്ക് പോകാം. ദേഖിയേ ബച്ചോ, ദീപ് ജലാവോ. ത്രിലോചൻ ജിയുടെ ഒരു കവിതയാണ് ദീപ് ജലാവോ. ഉത്തർപ്രദേശിലെ സുൽത്താൻപൂർ ജില്ലയിലാണ് അദ്ദേഹം ജനിച്ചത്, ത്രിലോചൻ ശാസ്ത്രി. മൂൽ നാം വാസുദേവ് സിംഗ്. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് വാസുദേവ് സിംഗ് എന്നാണ്. ഹിന്ദി സാഹിത്യത്തിലെ പുരോഗമന കാവ്യധാരയിലെ ഒരു പ്രമുഖ വ്യക്തിയായിരുന്നു നമ്മുടെ ത്രിലോചൻ ജി. അദ്ദേഹത്തിന് കാവ്യസങ്കലൻ തർത്തി, താപ്കെ തായേ ഹുയേ ദിൻ, ദിഗന്ത് ശബ്ദ ഉസ് ജനപദ് കാ കവി ഹും, തുമേ സൗംത ഹും, ജീനെ കി കല ആദി. അതുപോലെ താപ്കെ തായേ ഹുയേ ദിൻ കെ ലിയെ 1981 का സാഹിത്യ അക്കാദമി പുരസ്കാർ. താപ്കെ തായേ ഹുയേ ദിന് അദ്ദേഹത്തിന് സാഹിത്യ അക്കാദമി പുരസ്കാർ ലഭിച്ചു. പിന്നെയോ 89-90 ഹിന്ദി അക്കാദമിക്ക ശലാക്ക പുരസ്കാർ ആദീസ് സമ്മാനിത്. ശലാക്ക പുരസ്കാർ ബഹുമതിയും അദ്ദേഹത്തിന് ലഭിച്ചു. നിങ്ങൾക്ക് ഇവിടെ ചിത്രത്തിൽ അദ്ദേഹത്തെ കാണാം. ആയിയെ കവിത की ओर, दीप जलाओ. इस जीवन में रह न जाए सफी, इस जीवन में रह न जाए सफी, रह न जाए मल द्योष दंभ अन्याय घृणा छल, चरण चरण चल गृह कर उज्ज्वल, गृह गृह की लक्ष्मी मुस्कावो. നോക്കൂ മക്കളെ, നമുക്ക് ത്രിലോചൻ ജിയുടെ കവിതയിൽ എന്താണ് അദ്ദേഹം പറയുന്നത്? അദ്ദേഹം ഹിന്ദി സാഹിത്യത്തിലൊരു കവിയാണെന്നൊക്കെ നമുക്ക് മനസ്സിലായി. അപ്പോൾ അദ്ദേഹം ഈ സ്നേഹത്തിൽ ഒരു സുഗന്ധമായിട്ട് നമ്മുടെ സ്വാഭാവിക ജീവിത ശൈലി, അപ്പോൾ നമുക്കൊരു ഈ കവിതയിലൂടെ അദ്ദേഹം പറയുന്ന കൃത്രിമമായ ഒരു ജീവിത ശൈലിയുടെ ബന്ധനം, അതിൽ നിന്നും മുക്തരായി നാം എന്ത് ചെയ്യണം? സ്വാഭാവിക ജീവിത ശൈലി സ്വീകരിക്കുവാനാണ് അദ്ദേഹം മനുഷ്യരോട് പറയുന്നത്. അപ്പോൾ അതിന് കാരണം മറ്റൊന്നുമല്ല, ഈ സ്നേഹം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ അന്ത്യം വരെയും നല്ല ഒരു പ്രകാശമായും സുഗന്ധമായും ഐശ്വര്യപൂർണമായും ഒക്കെ കാണും. അത് നമ്മുടെ ജീവിതത്തിനെ എന്ത് ചെയ്യും? സാർത്ഥകമാക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. इस जीवन में रह न जाए मल द्योष दंभ अन्याय घृणा छल, चरण चरण चल गृह कर उज्जवल, गृह गृह की लक्ष्मी मुस्कावो.
इस जीवन में रह न जाए मल, दोष दंभ अन्याय घृणा चल, चरण चरण चल गृह कर ഉജ്ജ്വൽ, ഗൃഹ ഗൃഹ കി ലക്ഷ്മി മുസ്കാവോ. നോക്കൂ മക്കളെ, അപ്പോൾ അദ്ദേഹം ഇവിടെ പറയുന്ന സമൂഹവുമായിട്ട് ഇടപഴകി ജീവിക്കുന്ന കവിയായിരുന്നു അദ്ദേഹം. അപ്പം അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അനുസരിച്ച് ഇവിടെ ദ്വേഷ്, അതായത് ശത്രുത, അതുപോലെ ദമ്പ് അഹങ്കാരം, പിന്നെ അന്യായി അനീതി, അതുപോലെ കൃണ വെറുപ്പ്, പിന്നെ യോച്ചാൽ വഞ്ചന, എന്നിവയൊക്കെയുള്ള ഇടങ്ങളിൽ സ്നേഹം എന്ന അമൂല്യധനം, അവിടെയൊന്നും എന്ത് കാണില്ല മക്കളെ, സ്നേഹം എന്നതാണ് അമൂല്യധനം, അതൊന്നും അവിടെ ഉണ്ടാകില്ല എന്നാണ് കവി പറയുന്നത്. അതായത് ജീവിതത്തിൽ നമുക്ക് ശത്രുത, അഹങ്കാരം, അനീതി, വെറുപ്പ്, വഞ്ചന, എല്ലാ തിന്മകളും നമ്മോടൊപ്പം ഉണ്ടാകാൻ പാടില്ല എന്ന് അദ്ദേഹം ഈ വരികളിലൂടെ നമ്മോട് പറയുന്നു. പിന്നെയോ ചരണ് ചരണിച്ചല് ഗൃഹകര് ഉജ്ജ്വൽ, ഗൃഹ ഗൃഹി ലക്ഷ്മി മുസ്കാവ്. അപ്പൊ ഗൃഹ വീട് വീടാന്തരം നമുക്ക് എന്ത് ചെയ്യണം, അവിടെ ലക്ഷ്മി മുസ്കാവോ, ലക്ഷ്മി സന്തോഷം, സമാധാനം, ചിരിക്കണം അല്ലേ, ലക്ഷ്മി ദേവി ചിരിക്കണം, അതായത് ഐശ്വര്യപൂർണ്ണമാകണം. അപ്പം നമ്മുടെ വീടിനെയും ലോകത്തെയും എന്ത് ചെയ്യണം, പ്രകാശമാനമാക്കിക്കൊണ്ട് വേണം നാം ഓരോ ചുവടും മുന്നോട്ട് വയ്ക്കാൻ എന്നാണ് അദ്ദേഹം പറയുന്നത്. ചരണ് നമ്മുടെ ഓരോ ചുവടും ഗൃഹക്കാർ ഉജ്ജ്വല്, ഗൃഹക്കി ലക്ഷ്മി മുസ്ക. അപ്പം നമ്മുടെ ഓരോ ചുവടും നാം മുന്നോട്ട് വയ്ക്കേണ്ടത് എങ്ങനെയാണ്, ഈ ലോകത്തെ ആകമാനം പ്രകാശമാനമാക്കിക്കൊണ്ടെന്നാണ് കവി പറയുന്നത്. അപ്പോൾ അത് ആയിരിക്കണം നമ്മുടെ ജീവിത ലക്ഷ്യവും. आज मुक्त कर मन के बंधन, करो ज्योतिका चैका वंदन, स्नेह अदल धन ധന്യ ഹിഹുപുവൻ बनकर स्नेह गीत लहराओ. आज मुक्त कर मन के बंधन, करो ज्योतिका जैका वंदन, स्नेह अदुल धन ധന്യ ഹിഹുപുവൻ बनकर स्नेह गीत लहराओ. അപ്പോൾ അദ്ദേഹം ആദ്യം തന്നെ എന്താണ് പറഞ്ഞത്, നാം ആ ശത്രുതയും അഹങ്കാരവും ഒന്നും കൊണ്ട് നമുക്കൊരിക്കലും ഐശ്വര്യപൂർണമായ ഒരു ജീവിതം ലഭിക്കില്ല. അപ്പം നമ്മുടെ ഓരോ ചുവടുവയ്പ്പിലും എന്ത് വേണം, ഐശ്വര്യപൂർണമായ ഒരു ജീവിതത്തിലേക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു ചുവടുവയ്പ്പ് അതായിരിക്കണം. പ്രകാശം കൊണ്ട് നാം ഈ ലോകത്തെ നിറയ്ക്കണമെന്ന് പറഞ്ഞു. ഇനി എന്താ അദ്ദേഹം പറയുന്നത് നോക്കൂ, ഇവിടെയും അദ്ദേഹം പറയുന്നത് എന്താണ്, ആജ മുക്തക്കർ മൻ കെ ബന്ധൻ. നാം എന്ത് ചെയ്യണം, സമൂഹവുമായിട്ട് അദ്ദേഹം പറയുന്നത്, അദ്ദേഹത്തിൻ്റെ ശത്രുത, അഹങ്കാരം, അനീതി ഒന്നും നമുക്ക് വേണ്ട. പക്ഷെ സ്നേഹമെന്ന അമൂല്യധനം നമുക്ക്, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യില്ല, സ്നേഹമെന്ന അമൂല്യധനം ഉണ്ടാകുകയില്ല. അപ്പൊ എല്ലാ ബന്ധനത്തെയും ആജ മുക്തക്കർ മൻ കെ ബന്ധൻ, നാം എന്ത് ചെയ്യണം, മനസ്സിനെ എല്ലാ ബന്ധനങ്ങളിൽ നിന്നും മുക്ത് ചെയ്യണം, മോചിപ്പിക്കണം. കരോ ജ്യോതിക ജയവന്ദൻ, എന്നിട്ടോ മനസ്സിനെ എല്ലാ ബന്ധനങ്ങളിൽ നിന്നും, അതായത് ബന്ധനം എന്ന് ഉദ്ദേശിക്കുന്ന ഇവിടെ എന്താണ്, ദ്യോഷു ദമ്പ് അന്യ, ഇതൊക്കെയാണ് ബന്ധനം. ഈ ബന്ധനത്തിൽ നിന്നും നാം മോചിപ്പിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് എന്ത് ലഭിക്കും മക്കളെ, ജ്യോതിക ജയത്തിൻ്റെ ജ്യോതി അല്ലെ, വിജയത്തിൻ്റെ പ്രകാശം നമുക്ക് ലഭിക്കും അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ വന്ദിക്കണം. അപ്പം ഇങ്ങനെയുള്ള ദുഷ്സ്വഭാവങ്ങളിൽ നിന്നൊക്കെ നാം, അതിൻ്റെയൊക്കെ ബന്ധനങ്ങളിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ജ്യോതി ലഭിക്കും അല്ലേ. അതിനെ നാം വന്ദിക്കണം. പിന്നെയോ സ്നേഹ അതുല്യധൻ, സ്നേഹം എന്ന് പറയുന്നത് അതുൽധൻ, അമൂല്യമായ സമ്പത്താണ്. അപ്പോൾ യഹുപുവൻക്ക് ധന്യ യഹുപുവൻ ബൻകർ, ഈ സ്നേഹത്തെ കൊണ്ടേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ആ ലോകത്തെ സാധ്യമാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നാം എന്ത് ചെയ്യണം, സ്നേഹഗീത് ലഹരാവോ, സ്വയം ഒരു സ്നേഹഗീതമായി ഈ ലോകത്ത് നാം എന്ത് ചെയ്യണം, ലഹരാവോ, അലയടിക്കൂ എന്നാണ് കവി പറയുന്നത്. മനോഹരമായ വരികളാണ് കേട്ടോ. അപ്പോൾ ഈ ദുഷ്സ്വഭാവങ്ങളൊക്കെ കളഞ്ഞ് വിജയത്തിൻ്റെ വെണ്ണിക്കൊടിയൊക്കെ പാറിച്ച് ഈ ലോകത്തെ മൊത്തം പ്രകാശമാനമാക്കി സ്നേഹം കൊണ്ട് നിറച്ച് നമ്മുടെ ലോകത്തെ ഒരു സ്നേഹഗീതമായിട്ട് മാറ്റാനാണ് കവി പറയുന്നത് അല്ലേ. നോക്കൂ, കർമ്മयोग कल तक के फूलो, जीवन सुमन सुरभि पर फूलो, छवि छवि छूलो सुख से छूलो, जीवन की नव छवि छुबरसाओ. कर्मयोग कल तक के फूलो, जीवन सुमन सुरभि पर फूलो, छवि छवि छूलो सुख से छूलो, ജീവൻ കി നവ് ഛവി ബർസാവോ. ഛവി എന്ന് പറഞ്ഞാൽ മനോഹരമാണ് അല്ലേ. അപ്പോൾ കവി എന്താണ് ഇവിടെ പറയുന്നത്,
കർമ്മയോഗ കലുത്തക്ക് കെ ഫൂലോ, ഇന്നലെ വരെയുള്ള നാം ചെയ്തതൊക്കെ മറക്കണം. കാരണം ജീവൻ സുമൻ സുരഭി പർ ഫൂലോ, നാം ഫലേച്ച, നമുക്ക് നാം ചെയ്ത കർമ്മങ്ങൾ ഇന്നലെ വരെ നാം ചെയ്ത കർമ്മത്തിന്, ചെയ്ത പ്രവൃത്തിക്കൊന്നും ഫലം കിട്ടിയില്ല എന്ന് കരുതരുത്. നാം എന്ത് ചെയ്യണം? ആ കർമ്മങ്ങളെല്ലാം ഇന്നലെ വരെയുള്ളവരുത് നാം മറക്കണം. എന്നിട്ട് എന്താ ചെയ്യുന്നത്? ജീവൻ സുമൻ സുരഭി പർ ഫൂലോ, ജീവിതമാകുന്ന പൂക്കളുടെ സുഗന്ധം. ജീവിതത്തെ ഇവിടെ പൂവിനോട് കവി സാദൃശ്യപ്പെടുത്തുകയാണ്. അപ്പൊ ജീവിതമാകുന്ന പൂക്കളുടെ ആ ഒരു സുരഭി സുഗന്ധത്തിൽ നാം എന്ത് ചെയ്യണം? പർ ഫൂലോ, ആ ഒരു പൂക്കളുടെ ജീവിതമാകുന്ന പൂക്കളുടെ സുഗന്ധത്തിൽ ചവി ചൂലോ, അവിടെ നാം എന്ത് ചെയ്യണം? ഓരോ വസ്തുവിൻ്റെയും സൗന്ദര്യം തിരിച്ചറിയണം. എന്നിട്ടോ സുഖസേ ചൂലോ, അങ്ങനെ നാം ചെയ്യുമ്പോൾ നാം സുഖത്തെ ചൂലോ, സുഖത്തെ തൊടുന്നു. അതോടൊപ്പം എന്താ ചെയ്യുന്ന മക്കളെ? ജീവൻ കി നവ് ചവി ബെരസാവോ. അപ്പം നമുക്ക് ഓരോ വസ്തുവിൻ്റെയും സൗന്ദര്യം തിരിച്ചറിയണം. അങ്ങനെ തിരിച്ചറിയണമെങ്കിൽ ഇന്നലെ വരെയുള്ള നാം ചെയ്ത കർമ്മങ്ങൾ അതൊന്നും നാം മറക്കണം. എന്നിട്ട് ജീവിതമാകുന്ന പൂക്കളുടെ സുഗന്ധത്തിൽ നാം സന്തുഷ്ടരാകണം. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? സുഖസേ ചൂലോ, സുഖത്തിൽ ആറാടാൻ സാധിക്കൂ, സുഖം അനുഭവിക്കാൻ, സുഖത്തിൽ സന്തുഷ്ടരാകാൻ സാധിക്കുകയുള്ളൂ. അവർ ജീവൻ കി നവ് ചവി ബെർസാവോ, അതുപോലെ നമ്മുടെ ജീവൻ സന്തോഷപൂർണമായ ആ ജീവിതം എന്ത് ചെയ്യണം? നവ് ചവി ബെർസാവ്, പുതുജീവനാക്കി മാറ്റുക എന്നാണ് കവി പറയുന്നത്. അപ്പം ശരിക്കും നല്ല ഒരു വഴിയിലേക്ക് നടക്കാനുള്ള ഒരു ഇതാണ് നിങ്ങൾക്ക് ഈ കവിതയിലൂടെ, ഇങ്ങനെ ഒരു ആശയമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ലഭിക്കുന്നത്. आइए बच्चों, ये आनंद के लघु लघु तारे दुर्बल अपनी ज्योति पसारे, अंधकार सब कभी न हारे, प्रतिमन वही लगन बरसावो. ये आनंद के लघु लघु तारे दुर्बल अपनी ज्योति पसारे, अंधकार से कभी न हारे, प्रतिमन वही लगन बरसावो. നോക്കൂ മക്കളെ, കവി എന്താ ഈ പറയുന്നത്? അനന്ത് കെ ലഘു ലഘു താരെ, ഈ ആകാശത്ത് നിങ്ങൾ കാണുന്ന ലഘു ലഘു താരെ, കൊച്ചു കൊച്ചു നക്ഷത്രങ്ങൾ, അതെന്ത് ചെയ്യുന്നു? ഇടതടവില്ലാതെ അവയുടെ ദുർബലമായ അപ്പിനി ജ്യോതി പസാരെ, തൻ്റെ ജ്യോതി, അവരുടെ നക്ഷത്രം എന്ത് ചെയ്യുന്നു? അവരുടെ തിളക്കം വളരെ കുറഞ്ഞ തിളക്കമാണെങ്കിൽ അത് എന്ത് ചെയ്യുന്നു? പസാരെ, സ്പ്രെഡ് ചെയ്യുന്നു, വ്യാപിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പം അതുവഴി എന്താണ് ചെയ്യുന്നത്? അന്ധകാരസെ കഫീനഹാരെ, അത് ഒരിക്കലും പ്രകാശം പരത്തിക്കൊണ്ടിരിക്കുകയാണല്ലേ. അപ്പം അവരെന്ത് ചെയ്യുന്നില്ല? അന്ധകാരസേ കഫീനഹാരെ, ഇരുട്ടിനോട് അവർ തോൽക്കുക, ഇരുട്ടിനോട് തോൽക്കുന്നേയില്ല. ഇരുട്ട് എത്ര കടുത്ത ഇരുട്ടോ ആയിക്കോട്ടെ, അവരതിനോട് തോൽക്കാതെ തങ്ങൾക്കുള്ള വെളിച്ചം മറ്റുള്ളവർക്കായിട്ട് സ്പ്രെഡ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു അല്ലേ, മറ്റുള്ളവർക്കായിട്ട് പരത്തിക്കൊണ്ടേയിരിക്കുന്നു. പ്രതിമൻ വഹി ലഗൻ സരസാവോ. അപ്പം ഇത് നിങ്ങൾക്ക് തരുന്ന ഒരു ആശയം, അല്ലെങ്കിൽ നിങ്ങൾക്ക് തരുന്ന ഒരു മോറൽ, നിങ്ങൾക്ക് തരുന്നൊരു സീക്ക് എന്താണ്? ഇതുപോലെ കുട്ടികളെ നിങ്ങൾ ഓരോരുത്തരും എന്ത് ചെയ്യണം? എല്ലാ തടസ്സങ്ങളെയും അഭിമുഖീകരിച്ചുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലും ഈ നക്ഷത്രങ്ങളെ പോലെ തിളങ്ങുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയം നേടാൻ സാധിക്കൂ. അപ്പോൾ പ്രകാശം പരത്തിക്കൊണ്ട് നിങ്ങളും ലോകത്ത് നല്ല ഒരു മനസ്സിനെ സ്വന്തമാക്കൂ എന്നാണ് കവി പറയുന്നത്. അപ്പോൾ ഇനി നിങ്ങളും അതുപോലെ വേണം, പരിശ്രമത്തിലൂടെ നിങ്ങൾക്കെല്ലാം സ്വന്തമാക്കാൻ സാധിക്കും അല്ലേ. പായി देखिए, इस जीवन में रह न जाए मल द्वेष दंभ अन्याय घृण चल, चरण चरण चल गृह कर उज्ज्वल, गृह गृह की लक्ष्मी मुस्कावो. आज मुक्त कर मन के बंधन, करो ज्योति का जय का वंदन, स्नेह अतुल धन धन्य वह पूवन, बनकर स्नेह गीत लहरावो. कर्म योग कल तक के फूलो, जीवन सुमन सुरभि पर फूलो, छवि छवि छूलो सुख से चूलो, जीवन की नव छवि बरसावो. ये आनंद के लघु लघु तारे लुर्बल अपनी ज्योति पसारे, अंधकार से कभी नहारे, പ്രതിമന് വഹി ലഗൻ സരസാവോ. നന്നായിട്ട് കവിത വായിക്കണം കേട്ടോ മക്കളെ. അപ്പം അകലെ ലെസൺ की ओर चलते हैं. അപ്പോൾ ഇത് നിങ്ങൾക്ക് അതിരിക്ത വാചനായിട്ടുള്ള ഫൂലോം കാ ഷോ കേട്ടോ. അപ്പോൾ ഫൂലോം കാ രംഗോളി. അപ്പോൾ പൂക്കളുടെ ഫ്ലവർ ഷോയൊക്കെ നിങ്ങൾ ഊട്ടിയിലൊക്കെ ഫ്ലവർ ഷോയൊക്കെ കുറിച്ച് കേട്ടിട്ടുണ്ടല്ലേ. അപ്പോൾ അതുപോലെയുള്ള ഒരു ഫ്ലവർ ഷോയെക്കുറിച്ചുള്ള ഒരു ലേഖനമാണ് ഇത്. അപ്പോൾ നമുക്ക് ആ ഭാഗത്തേക്ക് ഒന്ന് നോക്കാം. ഫൂലോം കാ ഷോ. അപ്പോൾ പൂക്കളുടെ രംഗോലിയെക്കുറിച്ച് ശില്പി
ടോസ്റ്റോവിൻ്റെ ഒരു ലേഖനമാണിത്. നോക്കൂ, ദൂർ ദൂർ തക് ഫൂലോം കി ചാദർ ബിഛി ഹുയി ഥി. ഇത് കഥയായിട്ടും ലേഖനമായിട്ടാണ്, ശ്രദ്ധിച്ച് കേട്ടുകൊണ്ടിരുന്നാൽ മാത്രം മതി. അങ്ങ് നോക്കത്താ ദൂരം വരെ, അങ്ങ് ദൂർ ദൂർ നോക്കത്താ ദൂരം വരെ പൂക്കൾ കൊണ്ടുള്ള ചാദർ പുതപ്പ്, ചാദർ എന്ന് പറഞ്ഞാൽ പുതപ്പ്, ബിച്ചി ഹുയി വിരിച്ചിരുന്നു. ബേഹദ് ഖൂബ്സൂരത്ത് നസാരാധ. അപ്പോൾ അവിടെ വളരെ മനോഹരമായ നസാരാധ, ഒരു കാഴ്ചയായിരുന്നു ഇത്. മുച്ചേ ദീവാലിക്ക് യാദ് ഹോ ആയി. അപ്പോൾ എനിക്കെന്താണ്, നമ്മുടെ ലേഖകൻ എന്താണ് മക്കളെ, ശില്പി ടോസ്റ്റോവിന് അപ്പോൾ ദീപാവലിയാണ് ഓർമ്മ വന്നത്. മേ ഔർ മേരി ബഹൻ, ഞാനും എൻ്റെ സഹോദരിയും സുബഹ് രംഗോലി ബനാനേക്ക് ജുഡ് ജാത്തേ ഥേ. ഞാനും എൻ്റെ സഹോദരി രാവിലെ തന്നെ രംഗോലി ഇടുന്നതിൽ മുഴുകിയിരുന്നു. കോൺസാ ഡിസൈൻ ബനാന ഹെ, ഏത് ഡിസൈൻ വേണമെന്ന് സോച്ചത്തെ രാത്ത് ദേർ തക് ജഗാക്കർ ലിയാ ജാത്ത. രാത്രി ഒരുപാട് വെളുപ്പംകാലാകുന്നവരെ ഉണർന്നിരുന്ന് ഏത് തരം ഡിസൈൻ ഇടണമെന്ന് ആലോചിച്ച് കിടന്നു. സുബഹ രംഗോലി ബനാനേസി ശുരു ഹൊത്തി. രാവിലെ രംഗോലി ഇടാൻ ആരംഭിക്കുന്നതോടുകൂടി ദിവസം തുടങ്ങി. ആജിസി വൈശാഖി ലഘുരഹാത്ത. അപ്പം അത് അന്നത്തെ പോലെ അന്നും ഇങ്ങനെ തന്നെയായിരുന്നു, അന്നും ഇതേപോലെ തന്നെയായിരുന്നു. ഫർക്ക് സിർഫ് ഇത്തനാഥ, ഒരേ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളായിരുന്നു. എന്താണ്, രംഗോലി ഹം സൂഖേ രംഗോംസെ ബനാത്തേ ഥേ. അപ്പോൾ അന്നും ഇതേപോലെ നമ്മൾ കാത്തിരുന്ന് ഇങ്ങനെ രംഗോലി ഉണ്ടാക്കാനായിട്ടിരുന്നു ദീപാവലിയുടെ സമയത്തും. പക്ഷേ ഒരേ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. എന്തായിരുന്നു ആ വ്യത്യാസം? ഇപ്പോൾ നമ്മൾ രംഗോലി ഉണങ്ങിയ നിറങ്ങൾ കൊണ്ടാണ്, സൂഖേ രംഗോം, ഉണങ്ങിയ നിറങ്ങൾ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അവർ യഹാം, ഇവിടെയാണെങ്കിലോ ഫൂലോം കാ ഇസ്തമാൽ കിയാ ജഗയാ. ഇവിടെ പൂക്കളാണ് ഇസ്തമാൽ കർണ ഉപയോഗിച്ചിട്ടുള്ളത്. തും സോച്ചോഗെ കി ഫൂലോം കി രംഗോലി കെ ബാരെ മേ ലിഖ്നെ ജൈസി ക്യാ ബാത്ത് ഹേ. അപ്പോൾ എങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചിന്തിക്കുക, എന്താണ് ഈ പൂക്കളുടെ രംഗോലിയെ കുറിച്ച് ഇത്രമാത്രം എഴുതാൻ എന്തിരിക്കുന്നു എന്ന്, അല്ലേ? അങ്ങനെയായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. ഹാം ഇസ്മേ സച്ച്മുച്ച് ലിഖിനെ ജൈസി ബാത്ത് ഹേ. എന്നാൽ ഇതിൽ ശരിക്കും ഉണ്ട്, ഇതിൽ എഴുതാനുള്ള ചില കാര്യങ്ങളുണ്ട്. ക്യോങ്കി, കാരണം എന്താണ്, മേ ഏക്ക് ചോട്ടേസെ ഡിസൈൻ കി ബാത്ത് നഹീം കർ രഹ. കാരണം ഞാനൊരു ചെറിയ ഡിസൈനെ കുറിച്ചല്ല മക്കളെ പറയുന്നത്. എന്താണ്, മറിച്ച് മറ്റെന്തിനെ കുറിച്ചാണ് പറയുന്നത്? ബാത്ത് കർ രഹീം പുർത്തഗാൽ കെ അനൂട്ടി ബേഹദ് ഖൂബ്സൂരത് ത്യോഹാർ ഫ്ലവർ ഫെസ്റ്റിവൽ കെ ബാരെയും. അതായത് ഇവിടെ ഞാൻ പറയുന്നത് പുർത്തഗാൽ എന്ന് പറഞ്ഞാൽ പോർച്ചുഗീസാണ് കേട്ടോ മക്കളെ. പോർച്ചുഗലിലെ അനൂഠെ ബേഹദ്, അപൂർവവും കാണാൻ നല്ല സൂപ്പറായിട്ടുള്ള ഒരു ഉത്സവം, അതാണ് ഫ്ലവർ ഷോ. ആ ഒരു ഫ്ലവർ ഫെസ്റ്റിവലിനെ കുറിച്ചാണ് ഞാനിവിടെ പറയുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് ഫൂലോം കാ ഷോ എന്ന് പറയുന്നത് പോർച്ചുഗലിൽ നടക്കുന്ന ഫ്ലവർ ഫെസ്റ്റിവൽ ആണെന്ന് മനസ്സിലായല്ലോ. देखिए यह त्योहार जून के महीने में मनाए जाते हैं. ഇത് എപ്പോഴാണ് ആഘോഷിക്കുന്നത്? ജൂൺ മാസത്തിലാണ് ആഘോഷിക്കുന്നത്. इस त्योहार के कुछ दिन पहले की इसकी तैयारियां शुरू होती है. ഈ ഉത്സവം ആരംഭിക്കുന്നതിന് കുറച്ച് ദിവസം മുമ്പേ ഇതിൻ്റെ തയ്യാറെടുപ്പുകളൊക്കെ ആരംഭിക്കുന്നു. जब मैं वहाँ थी तो मैंने देखा थी 2-3 पहले ट्रक में तरह तरह के फूल और പത്തിയാം ഫർക്കർ ലാ ജാത്തെ. എന്ത് ചെയ്യുന്നു, അവിടെ ആയിരിക്കുമ്പോൾ ജബ് വഹാം തീ, ഞാൻ അവിടെ ആയിരിക്കുമ്പോൾ ഞാൻ മേനെ ദേഖ, ഞാൻ കാണുന്നു. എന്തായിരുന്നു കണ്ടത്? 2-3 ദിവസം പഹലെ, മുൻപ് ട്രക്കുകളിൽ ഡിഫറെൻറ്റ് കൈൻഡ്സ്, പലതരത്തിലുള്ള പൂക്കളും അതുപോലെ ഇലകളും ഒക്കെ നല്ലതുപോലെ നിറച്ച് ലായേ ജാരെ കൊണ്ടുവരുമായിരുന്നു. എന്നിട്ട് എന്ത് ചെയ്യും? അവർ ഇന്നേയും അതിനെ ബെടി ഖാലി ദുക്കാനുമേ ഫർ ജാരെ. എന്നിട്ട് എന്ത് ചെയ്യും? അതവിടെ ഒഴിഞ്ഞു കിടക്കുന്ന വലിയ വലിയ കടകളിൽ നിറയ്ക്കും. അപ്പോൾ ഇത് ഫെസ്റ്റിവലിനുള്ള ഒരുക്കങ്ങളാണ് പറയുന്നത്. ഫിർ മച്ചുവാരം കെ ഉസ് ചോട്ടേസെ ഗാവുക്കി ഔരത്തേം. പിന്നെ എന്താണ് ചെയ്യുന്നത്? മത്സ്യത്തൊഴിലാളികളുടെ ആ ചെറിയ ഗ്രാമത്തിലെ സ്ത്രീകളും മത്സ്യത്തൊഴിലാളികളുടെ ചോട്ടേസെ ഗാവുക്കി, ആ ചെറിയ ഗ്രാമത്തിലെ സ്ത്രീകളും ബച്ചിയ കുട്ടികളും ബുജുർഗ് പ്രായമായവരും ചെറുപ്പക്കാരും സഫി ഫൂലോം കി പത്തിയോം കോ തോടുക്കർ, അവരെല്ലാവരും എന്ത് ചെയ്യും? യുവാക്കളും പ്രായമായവരും എല്ലാവരും ചേർന്ന് പൂക്കളുടെ ഇതളുകൾ അടർത്തി അതിനെന്ത് ചെയ്യുന്നു? അലഗ്
ഠേർ ബനാനെ ചുട് ജാത്തെ ഹെ. അത് പ്രത്യേകം പ്രത്യേകം വേർതിരിച്ച് വയ്ക്കും. അതായത് ഓരോ പൂക്കൾ ഒരുമിച്ചല്ലേ കൊണ്ടുവന്ന് വണ്ടിയിൽ തട്ടുന്നത്, അതിനെ ഓരോ പൂക്കളുടെയും കൂട്ടമാക്കി മാറ്റി മാറ്റി അവരുടെ ജോലി, അത് അങ്ങനെ ചെയ്യുന്ന ജോലിയിലേക്ക് അവരെല്ലാം വ്യാപൃതരാകും. ഇത്തിനെ സാരേ ഫൂലോ അവർ പത്തിയോം കോ തോടുക്കർ. ഇങ്ങനെ ഇത്രയധികം പൂക്കളും ഇലകളും ഒക്കെ അടർത്തിയെടുക്കാൻ എന്ത് സംഭവിക്കും? അലഗ്മേ ആം തൗർ പർ ദോ തീൻ ദിൻ ലഗ് ജാത്തെ. അതായത് ഇതെല്ലാം ഈ കൊണ്ടുവന്ന് പൂക്കൾ കൊണ്ടുവന്ന് ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും സെപ്പറേറ്റ് ചെയ്തെടുക്കാനും ഒക്കെ 2-3 ദിവസങ്ങൾ വേണ്ടി വരും. എന്നിട്ട് എന്താ സംഭവിക്കുന്നത്? ജിസ് ദിൻ യഹ് ത്യോഹാർ ഹോത്ത ഉസ്സെ പഹലേക്ക് രാത്രിക്കോ സഫി രാസ്തെ ബന്ദ് കർ ദിയേ ജാത്തെ ഹെ. അപ്പൊ എന്നാണോ ഈ ഫെസ്റ്റിവല് ഉത്സവം നടക്കുന്നത് അതിന്റെ തലേ ദിവസം രാത്രി റോഡുകളിലൂടെയുള്ള വാഹനങ്ങളുടെ പോക്കുവരവെല്ലാം നിയന്ത്രിക്കും. അപ്പൊ റോഡ് കംപ്ലീറ്റ് അവർ ക്ലോസ് ചെയ്യും. താക്കി സടക്കും സെ ഗാഡിയാം ആ ജാ നസകെ. അതായത് എങ്ങനെ റോഡ് ക്ലോസ് ചെയ്യും? അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടികളൊന്നും പോകാത്ത രീതിയിൽ അത് ക്ലോസ് ചെയ്യും. ഫിർ ബഡേ പ്രേം സെ സടക്കും പർ ഡിസൈൻ ബനായ ജാത്ത ഹെ. എന്നിട്ട് വളരെ സന്തോഷത്തോടുകൂടി അവർ എവിടെയാണ് മക്കളെ ഡിസൈൻ വരയ്ക്കുന്നത്? റോഡുകളിലാണ് ഡിസൈൻ ചെയ്യുന്നത്. ഇസ്കെ ബാദ് ശുരു ഹോത്താ ഹെ ബഹുത് സുന്ദർ ഫൂലോം ഔർ പത്തിയോം സെ സടക്കോം കോ സജാനെ കെ സിൽസില. മനോഹരമായ ഒരു സിൽസില ചടങ്ങാണ് കേട്ടോ. അതെന്താണ് ചെയ്യുന്നത്? ആ റോഡിലെല്ലാം പൂക്കളും ഇലകളും കൊണ്ട് അലങ്കരിക്കുന്ന ഒരു വലിയ ചടങ്ങ് ആരംഭിക്കുകയായി. किस रंग के फूल के साथ किस रंग के फूल या पत्ती को बिछाना है ചുനാവ് ബഡി ഖൂസൂരത്ത് സെ ഹോത്താ ഹെ. അതാണ്. അപ്പൊ ഏത് നിറത്തിലുള്ള പൂക്കളോടൊപ്പം ഏത് നിറത്തിലുള്ള പൂക്കളും ഇലകളുമാണ് ഉപയോഗിക്കേണ്ടതെന്നുള്ള സെലക്ഷൻ തന്നെ വളരെ മനോഹരമാണെന്നാണ് ലേഖകൻ പറയുന്നത്. ഹമാരെ ഗാവ് കെ ഖാസ് സ്മാരകവും കി ഡിസൈൻ ബനാക്കർ ഫി ഇനെ സജായ ജാത്താ ഹെ. എങ്ങനെയാണ്? ഹമാരെ ഗാവ് കെ നമ്മുടെ ഗ്രാമത്തിലെ ഖാസ് സ്മാരകം, നമ്മുടെ ഗ്രാമത്തിലൊക്കെ ഒരുപാട് സ്മാരകങ്ങളുണ്ട് അല്ലെ, മെമ്മോറിയൽസ്. അപ്പൊ ആ ഒട്ടുമിക്ക സ്മാരകങ്ങളുടെയും ഡിസൈൻ എന്ത് ചെയ്യുന്നു? വരച്ച് അവയെ അലങ്കരിക്കാറുണ്ട്. അപ്പൊ ആ ഡിസൈൻ വരച്ച് അതിൽ തന്നെ പൂക്കൾ വെച്ച് അലങ്കരിക്കും. പൂരി രാത്ത് ജൻസിൻ കാസ മഹൗല് ഹോത്ത. അതുപോലെ രാത്രി മുഴുവനും അവിടെ എന്താണ് മക്കളെ? ഉത്സവത്തിന്റെ ഒരു അന്തരീക്ഷം, ഒരു പ്രതീതിയാണ്. കൈ ചായ് ലാ രഹാഹി. എന്നിട്ടോ ഗ്രാമം മുഴുവനും ഒന്നായിത്തീരുന്നു. ചിലരെന്ത് ചെയ്യുന്നു? ചായ കൊണ്ടുവരുന്നു. മറ്റു ചിലരോ കോയി സാൻഡ്വിച്ച്, ചിലര് സാൻഡ്വിച്ച് കൊണ്ടുവരുന്നു. പിന്നെയോ സാരാ ഗാവ് ഏക്ക് ഹോത്താ ഹെ. ആ ഗ്രാമം മുഴുവനും ഒന്നായി മാറുന്നു. ബച്ചോംകി ഖാസ് തൗർ പർ മസ്തി ഹോത്തി ഹെ. കുട്ടികളെല്ലാം വളരെ ആഹ്ലാദഭരിതരാണ്. അവരെന്താണ് ചെയ്യുന്നത്? ബഹുത് മദത് കർത്തേ. അവർ വളരെയധികം സഹായങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട്. പിന്നെയോ ബുജുർഗ് മഹിളാവും കോ ദേക്കർ ലഗത്താ ഹെ. പ്രായമായ സ്ത്രീകളെ കാണുമ്പോൾ നമുക്ക് ഇങ്ങനെ തോന്നും, ജൈസെ ഉമർ ഇൻകോ ജരാബി ധീരെ നഹീം കർ പായെങ്കി. പ്രായമായ സ്ത്രീകളുടെ പ്രവൃത്തിയൊക്കെ കണ്ടാൽ നമുക്ക് ഇങ്ങനെ തോന്നും, പ്രായം അവരെ ഒട്ടും തന്നെ ബാധിച്ചിട്ടില്ല എന്ന് തോന്നും. കാരണം അത്രയ്ക്ക് ഉത്സാഹവതികളായിട്ടാണ് അവരെ കാണപ്പെടുന്നത്. ബെഡേ ഹി ജോഷുസേക്ക് സത്ത്. അതെ അവരെ വളരെ ഉത്സാഹത്തോടു കൂടി ഉൻകെ ഹാത്ത് ചലത്തെ ഹെ. അവരുടെ കൈ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. ഷാംകോ ജുലൂസ് നികാലാ ജാത്താ ഹെ. വൈകുന്നേരം എന്ത് ചെയ്യും? എന്താരംഭിക്കും? റാലി, ഘോഷയാത്ര ആരംഭിക്കും. ജിസ്മേ ഘോഡോം പർ ജവാൻ. അതിലെന്ത് ചെയ്യും? ഘോഷയാത്രയിൽ എന്തൊക്കെ കാണും മക്കളെ? കുട്ടികളും അതുപോലെ നോക്കൂ, അതില് ഘോഡോം പർ ജവാൻ, കുതിരകളിൽ ജവാന്മാർ. പിന്നെയോ ചർച്ചിക്ക് പാതിരി, പള്ളിയിലച്ഛൻ, അവർ ബെച്ചെ കുട്ടികൾ ഫൂലോം കെ ഊപ്പർ നികൽസെ ഹുए जाते हैं. ഈ പൂക്കളുടെ പുറത്തുകൂടി നടന്നു പോകും. ഫിർ സഫി ലോഗ് ഉൻ ഫൂലോം കോ ഏക് ദൂസരെ പർ ഉച്ചാൽക്കർ ത്യോഹാർ കെ സഫൽ ഹോനേക്ക് ഖുഷിയാ മനാത്തെ ഹെ. അപ്പൊ ഇവിടെ വൈകുന്നേരമാകുമ്പോൾ ഘോഷയാത്രക്കാരും ചെറുപ്പക്കാരും കുട്ടികളും വൈദികരും ഒക്കെ ഈ പൂക്കളിന് മുകളിലൂടെ കുതിരപ്പുറത്ത് പോകുന്നു. അതിനുശേഷം എല്ലാവരും എന്ത് ചെയ്യുന്നു? ഈ ലാസ്റ്റിൽ എന്താ മക്കളെ ചെയ്യുന്ന? പൂക്കളെടുത്ത് പരസ്പരം വാരിയെറിഞ്ഞ് വിജയത്തിന്റെ ആഹ്ലാദം പങ്കുവയ്ക്കും. ഈ ഉത്സവാഘോഷിക്കുന്നതിന്റെ കഥ എന്താണെന്ന് ഇനി നമുക്ക് നോക്കാം. ഉച്ചാൽക്കർ ത്യോർക്ക് അപ്പൊ ഈ ഉത്സവം സഫലമാകാനായിട്ട് അവർ എന്തായിരുന്നു ചെയ്ത്? ഈ സ്റ്റോഹർക്ക് മനൻ കഹാനി, അവർ പരസ്പരം പൂക്കൾ വാരിയെറിയും. പിന്നെയോ ഈ സ്റ്റോഹർക്കോ മനാനിക്ക് കഹാനി കുച്ചിയും ബദാത്തിഹി. അപ്പൊ ഈ ഉത്സവം സെലിബ്രേറ്റ് ചെയ്യാനുള്ള ഒരു റീസൺ, അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് നോക്കാം. ബഹുത് സമയ പഹലേക്ക് ബാത്ത് ഹെ. വളരെ കാലം മുമ്പ് നടന്ന ഒരു കഥയാണ്.
तब पुर्तगाली सेना बहुत महत्വപൂർണ്ണ യുദ്ധ के लिए तैयार रही थी. അന്ന് ഈ പോർച്ചുഗീസ് സൈന്യം എന്ത് ചെയ്തു? വളരെ വലിയ ഒരു യുദ്ധത്തിനായിട്ട് തയ്യാറെടുക്കുകയായിരുന്നു. സഭി ജവാൻ അപ്പിനി ബന്ദൂക്കെ ലിയെ കതാർ മേ ഖടേ थे. എല്ലാ സൈന്യത്തിലുണ്ടായിരുന്ന എല്ലാ ആൾക്കാരും എന്ത് ചെയ്യുകയാണ്? തോക്കൊക്കെ ഏന്തിക്കൊണ്ട് അവരെ സഫി ജവാൻ ബന്ദൂക്കൻ തോക്കുകൾ കൊണ്ട് എന്ത് ചെയ്തു? വരി വരിയായിട്ട് നിൽക്കുകയായിരുന്നു. ഇപ്പം യുദ്ധം ചെയ്യാനായിട്ട് അവർ തോക്കുമായി നിരയായി നിൽക്കുകയാണ്. കാരണം വലിയൊരു യുദ്ധത്തിന് ഒരുങ്ങുകയാണ്. അങ്ങനെ ഒരു രംഗമാണ് അവിടെ കാണുന്നത്. അപ്പോൾ എന്താ സംഭവിച്ചത്? തഫി അപ്പോൾ ഏക ബൂട്ടി ഔരത്ത്, ഒരു വയസ്സായ സ്ത്രീ അപ്പനി ഫൂലോം കി ടോക്കരി കെ സാത്ത്, തൻ്റെ പൂക്കളിരിക്കുന്ന ഒരു കൊട്ടയുമായിട്ട് വഹാംസെ നികലി, അവിടെ വന്നെത്തി. എത്തിയിട്ട് അവർ എന്താണ് ചെയ്തത്? അവർ സഫി ജവാനോം കി, എല്ലാ പട്ടാളക്കാരുടെയും ബന്ധൂക്കും തോക്കുകളുടെ മൂഹ്മേ, തോക്കിൻ്റെ ആ ഒരു അഗ്രം, തുമ്പ്, വെടിയുണ്ട പോകുന്ന ആ ഒരു അഗ്രത്ത് എന്ത് ചെയ്തു? ഏക്കേക്ക് ഗുലാബ്, ഓരോരോ റോസാപ്പൂ എന്ത് ചെയ്തു? യഹ് കർ ഡാലിനയിലേക്ക് ഇത് പറഞ്ഞുകൊണ്ട് വയ്ക്കാൻ തുടങ്ങി. എന്താണ് വെച്ച് പറഞ്ഞത്? ഹമേ യുദ്ധനഹിം ശാന്തി ചാഹിയേ, നമുക്ക് യുദ്ധമല്ല സമാധാനമാണ് വേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ആ നിരനിരയായി നിന്ന പട്ടാളക്കാരുടെ തോക്കിൻ്റെ അഗ്രത്ത് അവർ ഓരോ റോസാപ്പൂക്കൾ വയ്ക്കാൻ തുടങ്ങി. ബസ് തഫീസെ ഇസ് ദിനോം കോ, അന്ന് മുതൽ ഈ ദിവസം ഫൂലോം കെ ത്യോഹാർ കെ രൂപമേ മനായ ജാത്താ ഹെ. അപ്പം അന്നത്തെ ആ ദിവസത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ട് അന്ന് മുതൽ ഇന്ന് വരെയും ഈ ദിവസം എന്ത് ചെയ്യുന്നു? ഫൂലോം കെ ത്യോഹാർ, പൂക്കളുടെ ഉത്സവമായിട്ട് ആഘോഷിക്കപ്പെടുന്നു. ഇസേ ദേഖിനെ ഹസാരോം ലോക് ദൂർ ദൂർ സേ ആത്തെ ഹെ. അപ്പം ഇത് കാണുന്നതിനായി ആയിരക്കണക്കിന് ആളുകളാണ് പല സ്ഥലത്തു നിന്ന് ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇതൊരു മനോഹരമായ ഒരു കഥയുടെ കൂടി ഒരു തുണ്ട് നിങ്ങൾക്ക് തരുന്നുണ്ട്. അപ്പം നന്നായിട്ട് യൂണിറ്റ് കംപ്ലീറ്റ് വായിച്ച് മിടുക്കരായിരിക്കുമ്പോഴേക്കും ടീച്ചർ അടുത്ത യൂണിറ്റുമായിട്ട് ഉടനെ എത്തുന്നതാണ്. ക്ലാസ് നന്നായിട്ട് ശ്രദ്ധിച്ച് കേൾക്കുക. ക്ലാസ്സുകൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ പുതിയ മക്കൾ ആരെങ്കിലും തന്നെ എത്തിയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് വൈൻഡപ്പ് ചെയ്യാനുള്ള ടൈമായി. ബെച്ചും ധന്യവാദം.